അമൃതം ഭാഗവതം എന്ന സാംസ്കാരിക വേദിയുടെ 2ാം ദിനമായ ഇന്ന് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് വേദിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതൃസമിതിയുടെ ആചാര്യന്മാരും പ്രതിനിധികളും വേദിയുടെ മുൻഭാഗത്ത് വലതുവശത്തായി ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യം ദീപപ്രജ്വലനമാണ്. ദീപപ്രജ്വലനത്തിന് എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിൽ പ്രാർത്ഥനയ്ക്കായി സാധന മാതൃസമിതി അംഗം ശ്രീമതി പ്രമീളയെ ക്ഷണിക്കുന്നു. ദീപപ്രജ്വലനത്തോടൊപ്പം പ്രാർത്ഥനയും നമുക്ക് ആലപിക്കാം. ജഗദീശ്വരാ നിന്റെ മുൻപിൽ തൊഴുകൈയുമായിതാ ഞങ്ങൾ ഈ വിശ്വവേദിയിൽ നിന്റെ അനുഗ്രഹ പൂമഴ ചൊരിയണമേ. ജഗദീശ്വരാ നിന്റെ മുൻപിൽ തൊഴുകൈയുമായിതാ ഞങ്ങൾ ഈ മക്കളിൽ എന്നുമെന്നും നീതി സൂര്യനായി തെളിയൂ. തിന്മയകറ്റി നന്മ നിറയ്ക്കാൻ അഖിലേശ്വരാ നീ വരമേകണേ. തിന്മയകറ്റി നന്മ നിറയ്ക്കാൻ അഖിലേശ്വരാ നീ വരമേകണേ. ജഗദീശ്വരാ നിന്റെ മുൻപിൽ തൊഴുകൈയുമായിതാ ഞങ്ങൾ ഈ വിശ്വവേദിയിൽ നിന്റെ അനുഗ്രഹ പൂമഴ ചൊരിയണമേ. ജഗദീശ്വരാ നിന്റെ മുൻപിൽ തൊഴുകൈയുമായിതാ ഞങ്ങൾ. അമൃതം സാംസ്കാരിക ഉത്സവത്തിൻ്റെ നാമജപവേദിയിൽ സ്വാഗത ഭാഷണത്തിനായി സാധന മാതൃസമിതി അംഗം ശ്രീമതി രേണുകയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അമൃതം മഹോത്സവത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് 2025 അമ്മമാർ വിഷ്ണു സഹസ്രനാമ ജപ യജ്ഞവേദിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഭഗവത്ഗീത നാരായണീയ ആചാര്യന്മാർ, ആധ്യാത്മിക ധർമ്മ പ്രചാരകന്മാർ എന്നിവരെ ആദരിക്കുന്ന പ്രൗഢഗംഭീരമായ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറാണ്. പ്രശസ്ത ചിന്തകനും പണ്ഡിതനും PSC ചെയർമാനും ആയ KS രാധാകൃഷ്ണൻ സാറിനെ അമൃതം ഭാഗവതോത്സവത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഭാഗവത പരമഹംസ പദവിയിലേക്ക് ഉയർന്ന മള്ളിയൂർ ശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മക്കളായ മള്ളിയൂർ ശ്രീ പരമേശ്വരൻ തിരുമേനിയും ദിവാകരൻ നമ്പൂതിരിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് സ്വാഗതം പറയുന്നു. പൂതനൂർ നാരായണി ആശ്രമം പെരുങ്കര ശ്രീ കേശവൻ തിരുമേനി, പണ്ഡിറ്റ് ശ്രീ ഗോപാലൻ നായർ പുരസ്കാരം ജേതാവായ ശ്രീമാൻ വിമൽ വിജയ്, ഭാഗവതാചാര്യൻ രാമചന്ദ്രൻ ചെറുവള്ളി, പൂജ്യ ദേവാനന്ദപുരി മഹാരാജ് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ ദണ്ഡപാണി സാർ അവർകളെ സ്വാഗതം ചെയ്യുന്നു. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ സുരേന്ദ്രൻ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. RSS വിഭാഗ് സംഘചാലക് സോമസുന്ദരൻ സാർ അവർക്ക് സ്വാഗതം പറയുന്നു. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ നാരായണൻ ജി, സുനിൽ മാസ്റ്റർ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ
ഇവിടെ എത്തിയിട്ടുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമിതി അംഗങ്ങൾ, ഭജന സമിതികൾ, നാരായണ സമിതികൾ, സത്സംഗ സംഘാടകർ, അതുപോലെ തന്നെ ഈ വേദിയെ ഒന്നുകൂടെ സംപൂജ്യമാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഭക്തജനങ്ങൾ എന്നിവരെയും അമൃതം ഭാഗവതോത്സവത്തിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗമാണ് ഇനി. വെട്ടിക്കാട് ശ്രീ ശങ്കര അദ്വൈതാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി ദേവാനന്ദപുരി മഹാരാജ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സന്ദീപനി സാധനാലയത്തിൻ്റെ ഏതൊരു പ്രവർത്തനത്തിനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ എന്നും ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലുള്ള കേരളത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിലെ സൂര്യതേജസ്സുകളായ എല്ലാ മഹാത്മാക്കൾക്കും എൻ്റെ പ്രണാമം. യജ്ഞാചാര്യൻ ഉദിചൈതന്യജി, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന തപോധനന്മാരായിട്ടുള്ള ഈ ഒരു സദസ്സിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അമൃതസരസ്സിൽ ഇവിടെ എത്തിച്ചേർന്ന അമൃതത്വത്തിൻ്റെ അരുമസന്താനങ്ങളായ നിങ്ങൾക്ക് അനാദിയായ ഋഷി പരമ്പരയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. കാരണം എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങളും തപസ്സികളാണ്. നമ്മൾ എപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കുടുംബിനികൾക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് തപസ്സുണ്ടാവണം. ആ തപസ് എവിടെയെങ്കിലും വനാന്തരങ്ങളിലോ ഗുഹാഗഹുരങ്ങളിലോ പോയി മാത്രം നേടേണ്ടതല്ല, അവിടെയും നേടാം. അതോടൊപ്പം തന്നെ നേരത്തെ സ്വാമിജി പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ ഉപാസനയായി മാറ്റിക്കൊണ്ട് തപസ് നേടുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിത്യമായിട്ട് നാമജപമോ സഹസ്രനാമ ജപമോ എന്തെങ്കിലുമൊക്കെ ഒരു സാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മളൊക്കെ ആ തപസ് നേടുവാനും ആ തപസ്സിൽ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും ആടിയുലയാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും അത് ആചരിച്ച് കാണിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു തപസ്സിൻ്റെ ലഹരി, നാമജപത്തിൻ്റെ ലഹരി, ആനന്ദത്തിൻ്റെ ലഹരി, ഭജനയുടെ ലഹരി, ഭക്തിയുടെ ലഹരി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ആ ലഹരിയിൽ അവർ സർവ്വതും മതിമറന്ന് നമ്മളെ നശിപ്പിക്കുന്ന ലഹരിയുടെ പിന്നാലെ പോകാതെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കും. ഒട്ടനവധി സാമൂഹികവും ആധ്യാത്മികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രദേശത്ത് ആദരണീയ ശ്യാംജിയുടെയും സന്ദീപനി സാധനാലയത്തിൻ്റെയും അതിന് നേതൃത്വം നൽകുന്ന ശ്യാംജിയും കൂടെ സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും മാതൃസമിതിയുടെയും സജ്ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഈ വലിയൊരു പരിപാടി കാര്യക്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭവ്യമായ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു നാടിന് ഉണർവുണ്ടാവട്ടെ. ഈ നാടിന് മാത്രമല്ല, ഇതിൻ്റെ അലയലിയിലൂടെ കേരളത്തിൽ ഒരു പുതിയ നവോത്ഥാനത്തിന്, ആത്മീയ നവോത്ഥാനത്തിന് ഉണർവുണ്ടാവട്ടെ. കാരണം ഇന്ന് നമ്മുടെ സമാജത്തിൽ ആ രീതിയിൽ നമുക്ക് ആത്മീയമായ അടിത്തറയിൽ ഊന്നിക്കൊണ്ട് മാത്രമേ ഇന്ന് നമ്മുടെ മൂല്യച്യുതികളെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അനാദിയായിട്ട് നമ്മുടെ ഗുരുപരമ്പര നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ആ ഗുരുപരമ്പരയുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സുദീർഘമായി സംസാരിക്കേണ്ട ഒരു വേദിയല്ല, മറിച്ച് അത്തരം മേഖലകളിലെ സൂര്യ തേജസ്സുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അധ്യക്ഷപദം എന്നുള്ള എൻ്റെ ആ ഒരു ദൗത്യം മാത്രം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഒരു പരിപാടിക്ക് ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ നാരായണീയവും ഭാഗവതവുമാകുന്ന തപസ് എന്തു തന്നെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായാലും ഒരിക്കലും അത് കൈവിട്ട് നശിപ്പിക്കരുതേ, മറിച്ച് അഗ്രേ പശ്യാമി എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കണം. മേൽപ്പത്തൂർ നാരായണം വിരചിച്ച് ആ നാരായണീയത്തിൻ്റെ അവസാനം മേൽപ്പത്തൂറിന് സ്വയം ബോധ്യമായി ഭഗവാൻ ഗുരുവായൂരിൽ മാത്രമല്ല അഗ്രേ പശ്യാമി, തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ എന്ന് ബോധ്യമായ ആ ഗുരുവിൻ്റെ ആ ഒരു അനുഭവം
നാരായണീയ പാരായണം ചെയ്യുന്ന, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്ന, ഭാഗവതം പാരായണം ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മുടെ സ്വരൂപമാണ് ഭഗവാൻ, നാം ആണ് ഭഗവാൻ, നമ്മുടെ ഉപാധിയെല്ലാം മറിച്ച് ഉപാധിയിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്ന് സ്വയം അറിഞ്ഞനുഭവിച്ച് ആനന്ദസ്വരൂപന്മാരായി മാറുവാൻ ഈ അമൃതസരസിലെത്തിയ എല്ലാ സജ്ജനങ്ങൾക്കും സാധിക്കുമാറാകട്ടെ. അതിന് ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം. അമൃതം നാമജപവേദിയിൽ അടുത്തത് ഉദ്ഘാടന ഭാഷണമാണ്. അനേകം മഹാരഥന്മാരുടെ പാദപത്മങ്ങൾ പതിഞ്ഞ ഈ ഭാഗവത ഭൂമിയിൽ നമ്മെ അനുഗ്രഹിക്കാനായി എത്തിച്ചേർന്ന സനാതനധർമ്മത്തിൻ്റെ സാരഥികൾ വിശിഷ്ട സാന്നിധ്യം ചെയ്ത ഈ വേദിയിൽ ഉദ്ഘാടന ഭാഷണത്തിനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ ശ്രീ KS രാധാകൃഷ്ണൻ അവർകളാണ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ. പണ്ഡിതനും എഴുത്തുകാരനും തത്വചിന്തകനുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2023 ഇന്ത്യൻ ചിന്തകൾക്ക് നൽകിയ സംഭാവനകൾക്ക് സ്മൃതി ഗോവിന്ദം അവാർഡ്, വേദതത്വചിന്തയ്ക്കും സംസ്കാരത്തിനും നൽകിയ ആജീവനാന്ത സംഭാവനകൾക്ക് അമൃതകീർത്തി പുരസ്കാരം, 2018 ഫ്യൂച്ചർ കേരള എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് എന്നിവ ലഭിച്ചു. രാമായണം, മനുഷ്യകഥാനുഗാനം, മഹാഭാരതത്തിൻ്റെ ജ്ഞാനശാസ്ത്രവും സൗന്ദര്യശാസ്ത്രവും, മഹാഭാരത വിചാരങ്ങൾ, ഖുറാനിലെ ലവ് ജിഹാദ്, ഇസ്ലാം ജനാധിപത്യ സമൂഹത്തിൽ, ക്രിസ്തുദർശനം, ഗാന്ധി, ശ്രീനാരായണ ഗുരു തുടങ്ങിയ പ്രസിദ്ധങ്ങളായ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. മുഖ്യപ്രഭാഷണത്തിനായി ആദരപൂർവ്വം ഡോക്ടർ KS രാധാകൃഷ്ണൻ അവർകളെ ക്ഷണിക്കുന്നു. അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ആചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഞാൻ അവരുടെ ഒന്നും പേര് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകാനിടയുണ്ട് എന്നുള്ളതുകൊണ്ടും, ഒരാൾ പ്രസംഗത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വേദിയിലിരിക്കുന്ന ഒരാളുടെ പേര് തെറ്റിച്ച് പറയുന്നത് അനൗചിത്യമാണ് എന്ന് ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ ബോധ്യമായതുകൊണ്ടുമാണ് ഞാൻ പേരുകൾ പറയാത്തത്. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരവസരം ഉണ്ടായത് ഒരു മഹാസൗഭാഗ്യമാണ്. ഞാനിതൊരു അലങ്കാര ഭാഷയെ പറയുന്നതല്ല, യഥാർത്ഥത്തിൽ പറയുന്നതാണ്. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, പണ്ഡിറ്റ് ഗോപാലൻ നായരെക്കുറിച്ച് 2 വാക്ക് മാലോകരോട് സംസാരിക്കാൻ എനിക്ക് ലഭിക്കുന്ന ഒരവസരമാണിത് എന്നുള്ളതാണ്. പണ്ഡിറ്റ് ഗോപാലൻ നായരെ പോലെയുള്ള ഒരു മഹാപ്രതിഭയെ, ഋഷിതുല്യമായ ഒരു പ്രതിഭയെ അംഗീകരിക്കാനും ആദരിക്കാനും അനുസ്മരിക്കാനും ഔചിത്യം കാണിച്ച ഇതിൻ്റെ സംഘാടകരോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വിനീതനായ ആരാധകനും വായനക്കാരനുമാണ്. ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ധാരാളമുണ്ട്. ഭാഗവതം എല്ലാവർക്കും അറിയാവുന്നതാണ് വ്യാഖ്യാനം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതി ആദ്യം വായിക്കുന്നത് പഞ്ചദശി വ്യാഖ്യാനമാണ്. അതൊരു അസാമാന്യമായ കൃതിയാണ് എന്നത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്രഹ്മസൂത്രം ശങ്കരഭാഷ്യത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന തർജ്ജമ ശങ്കരൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞുകൊണ്ട് എഴുതിയതാണ് എന്ന് അത് വായിക്കുമ്പോഴും തോന്നിയിട്ടുണ്ട്. ഭഗവത്ഗീതയ്ക്കും മറ്റ് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ആധ്യാത്മിക സ്രോതസ്സിൻ്റെ അടിസ്ഥാന കൃതികൾ മുഴുവനും മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച മഹാഋഷിതുല്യനായ പ്രതിഭയാണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്നതാണ് അദ്ദേഹത്തെ വായിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ മലയാളിയുടെ ഒരു പൊതുശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മഹാപ്രതിഭകളെ അവഗണിക്കുന്ന ഒരു രീതി മലയാളിക്ക് പണ്ട് മുതലേ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാനൊരു ഉദാഹരണം പറയാം. കാരണം ഈ കേരളത്തിന് എന്തെങ്കിലും ഒരു മഹത്വം അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് ഈ കേരളം
ശങ്കരാചാര്യരുടെ ജന്മഭൂമിയാണ് എന്നത് മാത്രമാണ് എന്നതാണ് സത്യം. ഇതെൻ്റെ അഭിപ്രായമല്ല, നിങ്ങൾ എൻ്റെ അഭിപ്രായമായിട്ട് കൂട്ടണ്ട. സാക്ഷാൽ കുമാരനാശാനാണ് അങ്ങനെ എഴുതിയിട്ടുള്ള ഒരാൾ. പക്ഷേ കുമാരനാശാനെ കൂടാതെ വേറെ ആരെങ്കിലും ശങ്കരാചാര്യരുടെ മഹത്വത്തെക്കുറിച്ച് എവിടെയെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്ന് മാത്രമല്ല, ശങ്കരാചാര്യരെക്കുറിച്ച് എവിടെ പറഞ്ഞു കഴിഞ്ഞാലും എവിടെ എഴുതി കഴിഞ്ഞാലും കുറേ പേര് എൻ്റെ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാറുണ്ട് എന്നതും വസ്തുതയാണ്. കാരണം ശങ്കരാചാര്യരെ പോലുള്ളൊരു മഹാപ്രതിഭയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരിക്കലും. ഞാൻ ആദ്യമായി അടുത്ത കാലത്താണ് മൂകാംബികയിൽ പോയത്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം മൂകാംബികയിൽ വെറുതെ പോകാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അമ്മ വിളിക്കുക കൂടി വേണം. അമ്മയുടെ വിളി വന്നപ്പോഴാണ് ഞാൻ മൂകാംബികയിൽ പോയത്. മൂകാംബികയിൽ പോയപ്പോൾ അവിടെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ആദ്യത്തെ ശ്ലോകം മാതാ നാസ്തി പിതാ നാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗൃഹം നാസ്തി തസ്മാത് ജാഗ്രത ജാഗ്രത എന്നാണ്. ഒരുപാട് ശ്ലോകങ്ങൾ അറിയാം, ഇത് മാത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഈ ന അസ്ഥി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല, ശാശ്വത ഭാവമില്ല എന്നാണ് അർത്ഥം. മാതാവെന്നും പിതാവെന്നും ബന്ധുവെന്നും ധനമെന്നും പദവികളെന്നൊക്കെ പറയുന്ന ഒന്നിനും ശാശ്വത ഭാവമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യസത്യത്തിൻ്റെ നിരുപമമായ ഹിമാലയ ശൃംഗങ്ങളിലേക്ക് കടന്നു കയറിയ ആ മഹാപ്രതിഭയെ അംഗീകരിക്കാൻ കഴിയാതെ പോയതാണ് മലയാളി അവനോടും ലോകത്തോടും ചെയ്ത ആദ്യത്തെ കൃതജ്ഞത എന്നതാണ് വസ്തുത. അതിനുശേഷം പിന്നെ വന്ന ആൾക്ക് അത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛനെ നമ്മളെല്ലാം കൂടി ഒരു പുരസ്കാരത്തിൽ ഒതുക്കി അങ്ങ് മൂലക്കിരുത്തി എന്നുള്ളതാണ് വസ്തുത. ഇപ്പം ആരാണ് എഴുത്തച്ഛനെന്ന് ചോദിച്ചാൽ അയാളുടെ പേരിൽ ഒരു പുരസ്കാരം ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സരസ്വതി പ്രവാഹത്തെ മലയാളികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആധ്യാത്മികമായ സാങ്കത്യം മലയാളത്തിലെ പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മലയാളി എന്നും മീഡിയോക്രൈറ്റിയെ ആഹ്ലാദപൂർവം എതിരേറ്റ് ആദരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ നമുക്ക് അന്യനായി തീർന്നത്. അതേ യുക്തി തന്നെയാണ് പണ്ഡിറ്റ് ഗോപാലൻ നായർക്കും ബാധകമായത് എന്നതുകൊണ്ടാണ് ഞാൻ ആനുഷികമായി ശങ്കരാചാര്യരുടെ ഈ സംഭവം ഇവിടെ സൂചിപ്പിച്ചത്. എന്താണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് ഒരുപാട് തത്വചിന്തകരുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഋഷിമാരുണ്ടായിട്ടുണ്ട്. എല്ലാ ഋഷിമാരും അവരുടെ മന്ത്രങ്ങൾ ദർശിച്ച് അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ മന്ത്രങ്ങൾ ദർശിച്ച് അവർ പറഞ്ഞു തന്നതിനെയാണ് നാം വേദം എന്ന് പറയുന്നത്. ആ വേദത്തിലാണെങ്കിൽ ജ്ഞാനവാക്യമുണ്ട്, വിധിവാക്യമുണ്ട്, പ്രശസ്തി വാക്യമുണ്ട്. ആ വാക്യ സഞ്ചയങ്ങളെ മുഴുവൻ സമാഹരിച്ച് അതിനെ വ്യസിച്ച് എഡിറ്റ് ചെയ്ത് നമുക്ക് ബ്രാഹ്മണവും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും സംഹിതകളും ഒക്കെ ആയി തന്ന മഹാപ്രതിഭയാണ് വ്യാസൻ. ആ വ്യാസൻ്റെ പ്രതിഭ ഒരൊറ്റ വാക്കിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പരിശ്രമിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു വാക്കാകട്ടെ നമ്മുടെ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യജ്ഞത്തിൻ്റെ നിർവചനം എന്ത് എന്ന് ചോദിക്കുമ്പോൾ യജ്ഞം അധ്വരം എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഋഗ്വേദത്തിൻ്റെ 5-ാം മന്ത്രത്തിലാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പറഞ്ഞിട്ടുണ്ട്. യജ്ഞം അഹിംസയാണ് എന്നും ജീവിതം യജ്ഞമാണ് എന്നും അഹിംസാത്മകമായി ജീവിച്ച് ബോധ്യപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെന്നും ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു മഹാസംസ്കാരത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരശുവായ പ്രതിനിധിയാണ് ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്.
എന്താണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം മുഴുവൻ പരസ്പരം യുദ്ധം ചെയ്ത് നശിപ്പിക്കുന്നതിന് വേണ്ടിയും കീഴടക്കുന്നതിനും വേണ്ടിയും പാഞ്ഞു നടക്കുന്നൊരു ഘട്ടത്തിൽ ലോകത്തെല്ലായിടത്തും അഹിംസ എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെയാണ് എന്ന് ധരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഇതാ ഇങ്ങനെ ഒരു മഹാസന്ദേശമുണ്ട്. ആ അഹിംസയാണ് ഈ അദ്വൈതത്തിൻ്റെ കാതലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഹിമാലയ പ്രതിഭയായ വേദവ്യാസൻ്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നറിയുന്നത് തന്നെ എനിക്കും നിങ്ങൾക്കും ആഹ്ലാദകരമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആ പാരമ്പര്യം മലയാളിയെ മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ച, അതിൻ്റെ യുക്തിഘടന മുഴുവൻ മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ച ഏറ്റവും വലിയ മനീഷിയാണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്നുള്ളതാണ് വസ്തുത. പക്ഷേ പണ്ഡിറ്റ് ഗോപാലൻ നായരെക്കുറിച്ച് നമ്മുടെ പണ്ഡിത സദസ്സുകളൊന്നും സംസാരിക്കാറില്ല. ആ സന്ദർഭത്തിലാണ് ഇവിടെ നിങ്ങൾ പണ്ഡിറ്റ് ഗോപാലൻ നായരെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പ്രതിഭയെ ആദരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ അറിയേണ്ടതാണ് എന്ന് വിളിച്ചു പറയുന്നത്. ആ ഒറ്റ കാര്യം കൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കാരണം അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളെ കുട്ടികളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്, കുട്ടികൾ ഇപ്പോൾ മലയാളമല്ലല്ലോ കുട്ടികൾ പഠിക്കുന്നത്, ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കഷ്ടം. മലയാളം അറിയില്ല എന്നുള്ള കാര്യം ഉറപ്പുമാണ്. മലയാളത്തെക്കുറിച്ച് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മലയാളം വായിക്കാറില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മക്കൾ മലയാളമേ വായിക്കില്ല എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന അച്ഛനമ്മമാരെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ദേ ഡോണ്ട് നോ മലയാളം, ദേ സെൽഡം റീഡ് മലയാളം and they regularly communicate their feelings, emotions and what not in English എന്ന് പറഞ്ഞിട്ട് മേനി നടിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാള ഭാഷയുടെ മഹത്വവും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഗരിമയും ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുള്ളത് ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ച എഴുത്തച്ഛൻ്റെ കൃതികളിലാണ് എന്നുള്ളതാണ് വസ്തുത. ഒരൊറ്റ ദീർഘാക്ഷരം, ആ ഒരു ദീർഘാക്ഷരം കൊണ്ട് എന്ത് കാണിക്കാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരൊറ്റ ദീർഘാക്ഷരം കൊണ്ട് ലങ്കാനഗരത്തിൻ്റെ മുഴുവൻ ഔന്നത്യവും വരച്ച് കാണിക്കാൻ കഴിയും എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തിയത് എഴുത്തച്ഛനാണ്. ലങ്കയിലേക്ക് ഹനുമാൻ ലങ്കയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ രംഗം എഴുത്തച്ഛൻ എഴുതുമ്പോൾ പറയുന്നത്, ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്ക ഗോപുരാഗ്രേ കപീന്ദ്രന്. ആ ഒരൊറ്റ ദീർഘത്തിൽ ലങ്കാനഗരത്തിൻ്റെ ഔന്നത്യം മുഴുവൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഈ മലയാളം മഹത്തായ ഭാഷയാണ് എന്ന് എനിക്ക് ബോധ്യമായത്. ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് മഹത്തായതല്ല, എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന ഈ ഭാഷ, ഞാൻ ഒരു കാര്യം നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി പറയുന്നു, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും മലയാളം മരിക്കും എന്ന് ഒരു തെറ്റിദ്ധാരണയും എനിക്കില്ല. കാരണം എഴുത്തച്ഛൻ്റെ കൃതികൾ എഴുതപ്പെട്ട ഭാഷ മരണമില്ലാത്ത ഭാഷയാണ്. ആ ഭാഷ നിലനിൽക്കുക തന്നെ ചെയ്യും, എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. ആ ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ഈ അഹിംസ എന്ന് ചോദിക്കുമ്പോൾ പറയാം, അബ്സ്റ്റെയിൻ ഫ്രം കില്ലിങ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക്. ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുന്നത്, ഞാനടക്കമുള്ള ടീച്ചർമാർ. ഞങ്ങൾ പഠിപ്പിച്ചാണ് ഇങ്ങനെ ഒരു നിലയിലാക്കിയെടുത്തത് കേട്ടോ. അതെ, ഞാൻ അധ്യാപകനായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ തന്നെ പറയട്ടെ. ഞങ്ങൾ പഠിപ്പിച്ചാണ്, വിഷമമുള്ളതൊന്നും പഠിപ്പിക്കില്ല. അത് കാരണം വൃത്തം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. വൃത്തം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ച അധ്യാപകരാണ്. എന്താ കാര്യം എന്നറിയാമോ? അത് പഠിപ്പിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്, കാരണം പഠിക്കാനും പ്രയാസമുണ്ട്. അപ്പോൾ പ്രയാസമുള്ളതൊന്നും പഠിക്കണ്ട എന്നും തങ്ങൾ പഠിക്കാത്തതൊന്നും ആരും പഠിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ച അധ്യാപകർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തം ഒഴിവാക്കിയിട്ടുള്ള പഠനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് പോയിക്കോട്ടെ, അതൊക്കെ വേറൊരു കാര്യം. ഞാൻ ഈ ആബ്സ്റ്റെയിൻ ഫ്രം കില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടി അഹിംസ നല്ലതാണെന്ന് വിശ്വസിക്കുക? നിങ്ങൾ തന്നെ പറ. കാരണം നമ്മൾ എത്ര പേരെ കൊന്നിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വറ്റ് കഴിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ജീവനും
എന്നിലടങ്ങിയിരിക്കുന്ന ജീവനും അഭിന്നമായതുകൊണ്ട് ജീവനെ ഹനിച്ചുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത് തന്നെ. അപ്പോഴെങ്ങനെയാണത് അഹിംസ എന്ന് പറഞ്ഞാൽ ആബ്സ്റ്റൈൻ ഫ്രം കില്ലിംഗ് ആണെന്ന് പറയുന്നില്ലേ? ഭയരഹിതം ഇതുവഴി നടക്കുന്നവരെ ഭക്ഷിപ്പതിന് മാം കൽപ്പിച്ചത് ഈശ്വരൻ എന്നാ പറയുന്നത്. ഈശ്വരൻ പറഞ്ഞ് ആഹാരം കഴിക്കണ്ടേ? ആഹാരിക്കുന്ന സന്ദർഭമെല്ലാം നമ്മൾ കൊല്ലുന്നില്ലേ? ഈ അഹിംസയ്ക്ക് ലോകോത്തരമായ നിർവചനം നൽകിയ ഒരു സംസ്കാരം ഭാരതത്തിൻ്റേതാണ്. ആ ലോകോത്തരമായ നിർവചനം അടങ്ങിയിട്ടുള്ളത് നിങ്ങളിവിടെ ഞാൻ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ജപിച്ചുകൊണ്ടിരുന്ന ഈശാവാസ്യ ഉപനിഷത്തിലേതാണ്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത. അതാണ് വാക്ക്. ടേക്ക് ദ മിനിമം, never aim at the maximum. സമ്പത്തിൻ്റെ, അധികാരത്തിൻ്റെ, പദവിയുടെ, യശസ്സിൻ്റെ, ഈ ലോകഭോഗങ്ങളുടെ മിതവ്യയമാണ് അഹിംസ എന്ന് നിങ്ങൾക്ക് ലോകത്ത് വേറെ ഒരു സംസ്കാരത്തിലും നിർവചനം കാണാൻ കഴിയില്ല. ആ നിർവചനം പറഞ്ഞ് പഠിപ്പിച്ച അദ്വൈത വേദാന്ത സാരം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുവോളം മാത്രമേ ഈ പ്രപഞ്ചവും നിലനിൽക്കൂ എന്നുള്ളതാണ് സത്യം. ശത്രുതയില്ലാത്ത ഒരു സംസ്കാരം, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം, എല്ലാത്തിനും ഇടമുണ്ട് എന്ന് പറയുന്ന ഒരു സംസ്കാരം, പുല്ലിനും പുഴുവിനും പഴുതുള്ള ഈ ഭൂമിയിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുന്ന സംസ്കാരം, ആ സംസ്കാരമാണ് അദ്വൈത സംസ്കാരം. ആ അദ്വൈത സംസ്കാരത്തെ മലയാളിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ച മഹാപ്രതിഭയാണ് പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ വരാനും അതോടൊപ്പം നിങ്ങൾ ധാരാളം പേരെ ഇവിടെ ആദരിക്കുന്നുണ്ട്. മറ്റ് പ്രദേശങ്ങളിലൊന്നും ആദരിക്കപ്പെടാൻ അർഹത ഉണ്ടായിട്ടും അവസരം ലഭിക്കാത്തവരാണ് അവർ എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും അറിയാം. അവരെ എല്ലാം ആദരിക്കുന്നതിന് വേണ്ടി നിങ്ങളെടുത്ത ഈ യത്നത്തെ ഞാൻ പ്രശംസിക്കുന്നു. ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന എല്ലാവരെയും നമുക്ക് ആദരിക്കാം. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് നമുക്ക് അവരെയെല്ലാം ആദരിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. നമ്മുടെ മുഖ്യപ്രഭാഷകനായ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിന് നമ്മുടെ ഒരു സ്നേഹാദരവ് ഉപഹാരം സമർപ്പിക്കുന്നതിനായി സംപൂജ്യ സ്വാമി ഉദിച്ചൈതന്യെ ക്ഷണിക്കുന്നു. അടുത്തത് മള്ളിയൂരിൽ നിന്നുമുള്ള പുണ്യ സാന്നിധ്യം. നരനാരായണന്മാരെ പോലെ ഇവിടെ എത്തിച്ചേർന്ന മള്ളിയൂർ ശ്രീ പരമേശ്വരൻ തിരുമേനി, ദിവാകരൻ തിരുമേനി എന്നിവർ. നിഗമകൽപ്പതരു ഭാഗവതോത്തമൻ, നമ്മുടെ സർവകാമനകളെയും നിറവേറ്റുന്ന പാരിജാത വൃക്ഷം മള്ളിയൂർ ശ്രീ ശങ്കരൻ നമ്പൂതിരി. പരദേവതയായ സാക്ഷാൽ ഗണപതിയുടെ മടിയിൽ പൊന്നു ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച് അറിവിൽ നിന്ന് അനുഭൂതി നേടിയ മഹാപുരുഷൻ. ആധുനിക യുഗത്തിലെ ഭീഷ്മ പിതാമഹൻ കൂടിയായ മള്ളിയൂർ ശ്രീ ശങ്കരൻ നമ്പൂതിരിയെ നമുക്കറിയാം. അവരുടെ പുത്രന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആത്മാവൈ പുത്രനാമാസി എന്ന വേദവാക്യമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നത് സാക്ഷാൽ ശങ്കരൻ തിരുമേനി തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സാംസ്കാരികോത്സവത്തെ അമൃതവാണികൾ കൊണ്ട് അനുഗ്രഹിക്കുവാൻ എത്തിയ ശ്രീ പരമേശ്വരൻ തിരുമേനിയെ സദയം ക്ഷണിക്കട്ടെ. നാരായണാം ഗുരുവായൂരപ്പാശനം കോമളം കുഞ്ചയൻ വേണം
ശ്യാമളോയം കുമാരയ വേദവേദ്യം പരം ബ്രഹ്മം ഭാസതാം പുരതോ മമ പീതാംബരം കരവിരാജിതശങ്കരകരകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. നാരായണ. ബൃഹന്യ യജ്ഞവേദിയിലിരിക്കുന്ന ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ മഹാത്മാക്കളെയും നമസ്കരിക്കുന്നു. പരമപൂജ്യനായിരിക്കുന്ന ഉദിച്ചൈതന്യാദിയുടെ നേതൃത്വത്തിൽ വലിയൊരു യജ്ഞമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മഹാത്മാവ് ഭാഗവതം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നു. ഇത്രയും ഭാഗവതം സാധാരണക്കാരിലേക്ക് എത്തിച്ചൊരു പുണ്യാത്മാവ് അദ്ദേഹം തന്നെയാണ്, സംശയമില്ല. അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണത്. എത്രയോ ഭക്തന്മാരാണ് ഓരോ യജ്ഞശാലയിലും അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം കേൾക്കുവാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നിവിടെയും ഈ യജ്ഞശാലയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര മാഹാത്മ്യമാണ് ഭാഗവതത്തിനുള്ളത്. അമൃതാണ് ഭാഗവതം. അതാണ് ഓരോ ശ്ലോകവും മധുരതരമായി പാരായണം ചെയ്യാൻ സാധിക്കുന്നത്. ആ അമൃത് ഓരോരുത്തരും പാനം ചെയ്യുമുണ്ടാകുന്നതിനൊരു ആത്മസംതൃപ്തി ഏറെ ഏത് പുരാണത്തിനാണുള്ളത്. ഭാഗവതം പോലൊരു പുരാണം ഓരോ ശ്ലോകവും നമ്മൾ പാരായണം ചെയ്യാൻ സാധിക്കണം. എല്ലാ അധ്യായങ്ങൾ ഏത് അധ്യായം എടുത്താലും അതിൻ്റെ ഒരു മാധുര്യം ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ മനസ്സിന് എല്ലാവിധ സന്തോഷം ഉണ്ടാക്കി തരുന്നു, സമാധാനം ഉണ്ടാക്കി തരുന്നു. ഇങ്ങനെയൊരു യജ്ഞം സംഘടിപ്പിക്കുന്ന ഈ വേദി പാലക്കാട് ജില്ല പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കുന്നൊരു ചരിത്ര മുഹൂർത്തം ആശാംജിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഒരു ദൗത്യമാണ്. ആ ഒരു ദൗത്യം എല്ലാവരെയും ഭാഗവതത്തിലേക്ക് എത്തിക്കുക, എല്ലാവരെയും ആധ്യാത്മിക പ്രഭാഷണങ്ങളിലേക്ക് എത്തിച്ചേർക്കുക. അപ്പോഴാണ് എല്ലാവരും പ്രബുദ്ധരായിത്തീരുന്നത്. നമുക്കൊരു നല്ലൊരു ദിനങ്ങളിലേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പുരാണ യജ്ഞങ്ങളിൽ പങ്കെടുക്കുക. ഓരോ ആചാര്യന്മാർ പറഞ്ഞിരുന്ന വാക്കുകൾ സശ്രദ്ധം കേട്ട് അതിനെ പ്രാവർത്തികമാക്കുക. അച്ഛൻ പറയാറുണ്ട്, നമ്മൾ പാരായണം ചെയ്താൽ മാത്രം പോരാ, അതിനെ പ്രാവർത്തികമാക്കണമെന്ന്. പ്രാവർത്തികമാക്കിയാലേ ഈ ജന്മം സഫലമാകുകയുള്ളൂ. അതാണ് ഇവിടെ നിന്ന് എത്രയോ ഭക്തന്മാരാണ് സഹസ്രനാമം ജപിച്ചത്. ഏത് സപ്താഹ രംഗത്തും സഹസ്രനാമം ജപിക്കുക എന്നുള്ളത് ഒരു നിഷ്ഠയായി തീർന്നിട്ടുണ്ട്. സാധാരണക്കാരിലൊക്കെ എല്ലാവരും, കുട്ടികളുൾപ്പെടെ അമ്മമാരുൾപ്പെടെ എല്ലാവരും സഹസ്രനാമം ജപിക്കുന്നു. സഹസ്രനാമമൊക്കെ ഇത്ര മാധുര്യമായിട്ടാണ് ജപിക്കാൻ സാധിക്കുക. അച്ഛനൊക്കെ
സപ്താഹ യജ്ഞം കഴിഞ്ഞ് സമർപ്പണ പൂജകളെന്ന് എന്തെങ്കിലും ഭാഗപ്പുഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ഭാഗവത സപ്താഹത്തിൽ ആ പാരായണത്തിൽ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റുവാനാണ് സഹസ്രനാമം ജപിക്കാറുള്ളത്. സഹസ്രനാമം ജപിച്ചിട്ടാണ് ആ യജ്ഞം സമർപ്പിക്കുന്നത്. അന്നാണ് അച്ഛൻ്റെ സഹസ്രനാമ ജപം. ആ 7 ദിവസം എൻ്റെ എന്തെങ്കിലും ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ പാകപ്പഴം എന്നുള്ളത് മാറുവാൻ അപ്പോൾ അത്ര പ്രാധാന്യമാണ് സഹസ്രനാമത്തിനുള്ളത്. എന്തായാലും ഈ യജ്ഞവേദിയിൽ യജ്ഞശാലയിൽ എത്തസാധിച്ചതിന് എൻ്റെ ഒരു പരമഭാഗ്യമായി കിടന്നു. അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. എല്ലാവരെയും ഗുരുവാരെ പ്രണീകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നാരായണ ഗുരുവായൂരപ്പ ശരണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പണ്ഡിറ്റ് ഗോപാലനാരുടെ പേരുള്ളൊരു പുരസ്കാരമാണ് വിമൽജിക്ക് കൊടുക്കുന്നത്. വിമൽജിയൊക്കെ മള്ളിയൂരെ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന ആചാര്യന്മാരാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു അറിവും ഉള്ളൊരു വ്യക്തി, മഹാത്മാവാണ്. അദ്ദേഹത്തിന് തന്നെയാണ് കൊടുക്കേണ്ട സംശയമില്ല. അദ്ദേഹം വളരെ ശ്രീധരിയൊക്കെ വളരെ ഭംഗിയായി പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. ഗോപാലനാരുടെ പുസ്തകം പാലക്കാട് സേതുമാധവൻ നായർ എന്നൊരു മഹാത്മാവ് അദ്ദേഹമാണ് അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് അച്ഛനോടെ ഈ പാലക്കാട് സപ്താഹത്തിനൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്ന ഈ സേതുമാധവൻ നായർ കൊടുക്കേണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനായിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ആ ഗോപാലൻ നായരുടെ പേരിലൊരു പുരസ്കാരം കൊടുക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ സ്മരിച്ചുകൊണ്ട് അച്ഛൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നാരായണ. ആദരണീയനായ മള്ളിയൂർ ശ്രീ ശങ്കരൻ തിരുമേനിക്കും വിനയം കൊണ്ട് ഏവരുടെയും മനസ്സിൽ കുലീനനുമായ ശ്രീ ദിവാകരൻ തിരുമേനിക്കും പൈതൃക ജില്ലയ്ക്കു വേണ്ടി ഒരു എളിയ സ്നേഹോപഹാരം. ഉപഹാര സമർപ്പണത്തിനായി പൂജനീയ സ്വാമി ഉദിത് ചൈതന്യയെ ക്ഷണിക്കുന്നു. അടുത്തത് പൈതൃക ജില്ലയ്ക്ക് വേണ്ടി പണ്ഡിറ്റ് പി ഗോപാലൻ നായർ ദിനമായ ഇന്ന് ശ്രീമദ് ഭാഗവതം സുഹൃത സ്മൃതി പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്നത് ശ്രീമാൻ വിമൽ വിജയ് അവർകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക്. പാലക്കാട് കൽപ്പാത്തി സ്വദേശിയായി ജനനം. കുട്ടിക്കാലത്തു തന്നെ ദൈവിക തേജസ്സിൻ്റെ തിളക്കം തിരിച്ചറിഞ്ഞു. NITയിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BTechും MTechും കരസ്ഥമാക്കി. ഗുരുവായൂരപ്പദാസ സ്വാമികൾ, മള്ളിയൂർ തിരുമേനി എന്നിവരുടെ അനുഗ്രഹത്താൽ ഭാഗവത ദീക്ഷ സ്വീകരിച്ചു. ഉത്തരകാശിയിലെ ശ്രീ ഹരിഹര ബ്രഹ്മേന്ദ്രാനന്ദ സരസ്വതി, മറ്റു പണ്ഡിതർ എന്നിവരുമായി ചേർന്ന് 24 വോള്യങ്ങളിലായി ശങ്കരാചാര്യ കൃതികളുടെ വ്യാഖ്യാനം നടത്തി. രാധാമാധവ ലീലാശുക പുരസ്കാരം കരസ്ഥമാക്കി. കേരളത്തിൽ ആദ്യമായി നടന്ന ശ്രീ സൂക്തപൂർവ സൗഭാഗ്യലക്ഷ്മി മഹാവിഷ്ണു യാഗത്തിൻ്റെയും മുഖ്യ കോർഡിനേറ്ററായിരുന്നു ഇദ്ദേഹം. കാശ്മീർ ശൈവത്തിലും ശാക്തേയത്തിലും ഗവേഷകൻ. കാമാഖ്യയിൽ നിന്നുമുള്ള ദീക്ഷ. കുമരകത്ത് ശ്രീനാരായണ സ്മൃതി തന്ത്രവിദ്യാപീഠം പ്രസിഡന്റ്. മൃത്യുഞ്ജയ തന്ത്രവിദ്യാപീഠം രക്ഷാധികാരി. ഭാഗവത സപ്താഹ രംഗത്തെ അക്ഷീണ സാന്നിധ്യം. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ മേഖലകൾ. ഭാഗവത കേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായർ അവരുടെ പേരിലുള്ള സുഹൃത സ്മൃതി പുരസ്കാരം ഇത്തവണ ശ്രീമാൻ വിമൽ വിജയ് അവർകൾക്കാണ്. അദ്ദേഹത്തെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. പുരസ്കാരം നൽകുന്നത് സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജി.
ഭാഗവത കേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായർ അവരുടെ സ്മരണാർത്ഥമുള്ള സുഹൃത സ്മൃതി പുരസ്കാരം 2025 പൈതൃക ജില്ല പാലക്കാടിന് വേണ്ടി ഏറ്റുവാങ്ങുന്നത് ശ്രീമാൻ വിമൽ വിജയ് അവർകളാണ്. പുരസ്കാര സമർപ്പണം നടത്തുന്നത് സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യാജി. പാലക്കാടിൻ്റെ അഭിമാനവും ഭാഗവത കേസരിയുമായ പണ്ഡിറ്റ് പി ഗോപാലൻ നായർ അവരുടെ ഗൃഹത്തിൽ നിന്ന് ദീപശിഖ തെളിയിച്ചാണ് ഇന്നത്തെ ഈ വേദി ഇവിടെ ധന്യമായത്. പൈതൃക ജില്ലയുടെയും സാന്ദീപനി സാധനാലയത്തിൻ്റെയും ആദരവേറ്റുവാങ്ങുന്നു ശ്രീമാൻ വിമൽ വിജയ് അവർകൾ. നല്ലൊരു കയ്യടി കൊടുക്കാം. ശ്രീമാൻ വിമൽ വിജയ് അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓം ശതധാരമുത്സമക്ഷീയമാണം വിഭസ്വിതം പിതരം മക്വാനം മേളിം മദന്തം പിത്രോരുപസ്ഥേതം രോദസേ പിഭൃതം സത്യവാചം. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ധന്യസദ്ഗുരുനാഥാ ശരണം, പൊന്നുഗുരുവായൂരപ്പാ ശരണം. അതി സർവത്ര വർജയെന്നാണ് സാധാരണ മഹാത്മാക്കൾ പറയുക. ഇപ്പം ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് സ്വതന്ത്രമാവാനാണ് എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു സത്യം. കാരണം നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ സ്വാതന്ത്ര്യം നേടാനാണ്. കാരണം ഭാഗവതം അതിനുള്ള ഗ്രന്ഥമാണ്. പരീക്ഷത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത ഗ്രന്ഥമാണ്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു എപ്പോഴും ഭാഗവത വേദികളാവട്ടെ അല്ലാത്ത സ്ഥലങ്ങളിലാവട്ടെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് നമുക്ക് നമ്മളെ തന്നെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. സന്തോഷമില്ലായ്മയും തൃപ്തിയില്ലായ്മയുമാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു, ഞാൻ സന്തോഷവാനാണോ. അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ നികത്തി. നിങ്ങളത് നികത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പലരുടെയും മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ പ്രകാശം കാണാനില്ല. എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഭാഗവതം പറയുന്നത്. ഇപ്പോൾ ഭാഗവതത്തിൽ പറയും ശമാതിഷട്ക സമ്പത്തിയെക്കുറിച്ച് പറയും അല്ലേ, തിദിക്ഷ എന്ന് പറയും. അപ്പം ചൂടിൽ നമ്മൾ വീശിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മളെ തന്നെ ഏതും നിരീക്ഷിക്കാനാണ് ഭാഗവതം പഠിപ്പിക്കുക. ഏതിനെയും അവസാനം നമുക്ക് നമ്മളെ തന്നെ നിരീക്ഷിക്കാറാവുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടേക്കാണ് പോവേണ്ടത്. പരീക്ഷത്ത് പോയത് ആ വഴിക്കാണ്. അദ്ദേഹത്തിനെ തന്നെ നിരീക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏതിനെയും നിരീക്ഷിച്ചാൽ കുറേ ആശ്വാസം വരും. പക്ഷെ നമ്മളത് നിരീക്ഷിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. നിരീക്ഷിച്ച് കുറച്ച് കഴിയുമ്പം നിരീക്ഷിക്കുന്ന ആളും ആ നിരീക്ഷണവും ഒന്നായിട്ട് മാറും. അപ്പം നമുക്ക് ആശ്വാസം വരും. ആ ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ആനന്ദത്തിന് ഹേതുവാവുക എന്ന് കുറേ കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ആ നിരീക്ഷണ പാടവമാണ് ഭാഗവതം നമ്മളിലേക്ക് പകർത്തിത്തരാൻ ഉദ്ദേശിക്കുന്ന അനേകം കാര്യങ്ങളിൽ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, സഹജമായിട്ട് നമ്മളുടെ സ്ഥിതി എന്താണോ അതിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. കാരണം ഭാരതം ആ സിദ്ധാന്തമാണ് ഭാഗവതത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ പണ്ഡിറ്റ് ഗോപാലൻ നായർ ജിക്ക് എന്തുകൊണ്ടാണ് ഭാഗവതം വ്യാഖ്യാനിക്കാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു പോയിന്റിലെത്തിയപ്പം അദ്ദേഹത്തിന് എൻ്റേതുകളെല്ലാം നഷ്ടപ്പെടുകയുണ്ടായി. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ ഭാരം ഞാനല്ല, എൻ്റേതുകളാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്, ആനന്ദം ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉറക്കത്തിൽ ഞാനുണ്ട്, പക്ഷെ എൻ്റേതുകളില്ല അല്ലേ? ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞാനുണ്ട്, പക്ഷെ എന്തില്ല? എൻ്റെ പേരില്ല, എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളില്ല, എൻ്റെ ബന്ധുക്കളില്ല. അപ്പം ഞാനില്ലാതാവലല്ല, എൻ്റേതുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെതല്ല. ആണോ? എൻ്റേതുകൾ എൻ്റെതല്ല. ഇപ്പം നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ
ഗുരുവായൂരപ്പൻ തന്നതാണ് എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം സ്വയം നമ്മൾ ഇത്തരം വേദികളിൽ വന്നിരിക്കുമ്പം നമുക്ക് ആനന്ദം ഉണ്ടാവുന്നുണ്ടോ എന്ന് സ്വയം അന്വേഷിക്കുക. അതാരെയും ബോധിപ്പിക്കാനുള്ളതല്ല, അത് സഹജമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അതിനെന്താ വേണ്ടത്? അതിന് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഏത് കാര്യവും. ഞാനിവിടെ വന്നപ്പം സ്വാമിജിയെ ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു. കാരണം ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്, നമ്മൾ ഏതൊരാളെയും നിരീക്ഷിക്കണം. ഇപ്പോൾ സ്വാമിജി ഇവിടെ സഹസ്രനാമം ചൊല്ലുന്നത് ഞാൻ അങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു. ഞാനത് ചൊല്ലാൻ ശ്രമിച്ചില്ല. കാരണം സ്വാമിജി എത്ര മനോഹരമായിട്ട് അവിടെ ഇരുന്ന് മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ അത് ചൊല്ലുന്നത് കണ്ടു. എത്ര പേര് അതിനെ ശ്രദ്ധിച്ചുവെന്ന് അറിയില്ല. കാരണം സ്വാമിജിക്ക് അതിന് സാധിക്കും. കാരണം സ്വാമിജിയുടെ പരമ്പര അങ്ങനെ ഒരു പരമ്പരയാണ്. പാലക്കാടിൻ്റെ മണ്ണിൽ നമ്മൾ ഇന്ന് ഓർക്കേണ്ട ഒരു പരമ്പര തന്നെയാണത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൂതാമ്പള്ളിയിൽ ഒരു ബാലകൃഷ്ണ മേനോൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അല്ലേ? എല്ലാവരും എന്തോ ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ നോക്കി പേടിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നണേ. അത് നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണത്. കുറേ കഴിയുമ്പോഴാണ് നമ്മൾ ഈ ആവശ്യമില്ലാണ്ട് ഈ സ്ട്രെസ്സും സ്ട്രെയിനും കൊടുക്കാതിരിക്കുക. സ്വാമിജി എപ്പോഴും പറയുന്ന കാര്യമാണ് ആവശ്യമില്ലാണ്ട് സ്ട്രെസ്സ് കൊടുക്കരുത് എന്നുള്ളത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ പറയുക? നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. പരസ്പരം ഒന്ന് നോക്കിയാൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, ചിരിക്കാൻ പറ്റും. അരനിമിഷം മതി സത്യത്തിൽ ആനന്ദം വരാനായിട്ട്. പക്ഷേ ആ പരിശ്രമിക്കാത്തതുകൊണ്ടാണ്. അപ്പം സന്തോഷം വരാനായിട്ട് അരനിമിഷം മതി എന്ന് പറഞ്ഞപ്പോൾ ചിലരത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അരനിമിഷം മതി. സന്തോഷം വരുന്ന കാണിച്ചു തരട്ടെ? കണ്ടോ, അതിനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പം സന്തോഷം വരുത്തി കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും, ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും അടുത്തിരിക്കുന്ന ആളെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ. ഒന്ന് നോക്കുന്നേ. ഒന്ന് ചിലർ ബലം പിടിച്ചിരിക്കുക, ഞാൻ ഒന്ന് നോക്കില്ല എന്ന് പറയണേ. കണ്ടോ ഇപ്പം എത്ര സന്തോഷമായി. അടുത്തിരിക്കുന്ന ആൾ ആരാന്ന് ചിലർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് തന്നെ. കണ്ടോ, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ നിരീക്ഷിക്കാറില്ല. അപ്പോൾ ആ നിരീക്ഷണ പാഠവം നമ്മൾ ചെയ്യുന്ന ഏതൊരു ധർമ്മത്തോടും നമുക്ക് ആതാത് സമയത്ത് നമുക്ക്, കാരണം നമ്മുടെ കയ്യിൽ ആ നിമിഷം മാത്രമേ ഉള്ളൂ. ഈ നിമിഷത്തിൽ നമ്മൾ വിഭ്രാന്തിപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എന്താണ്, ഈ നിമിഷം നമുക്ക് ഇപ്പം മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ. ഇപ്പം ഹിമാലയത്തിൽ തുംഗനാഥിൻ്റെ ചോട്ടിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്, എനിക്ക് ചന്ദ്രശില വരെ പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചാൽ അവിടെ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഈ മൊമെൻറ്റിൽ എൻ്റെ ഡിറ്റർമിനേഷൻ വളരെ വലുതാണെന്ന ബോധ്യം എനിക്ക് അപ്പോഴുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം, അത് നിരന്തരമായുള്ള പ്രയത്നം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് നേരത്തെ തിദിക്ഷ എന്നൊക്കെ അവർ പറഞ്ഞ് നമ്മളെ ബോധിപ്പിച്ചത്. അതിനെന്ത് വേണം? ആലഭാരങ്ങൾ അഴിഞ്ഞു വീഴേണ്ടതുണ്ട്. അറിവ് സമഗ്രമാകുമ്പം തനിയേ ഉള്ളിൽ നിന്ന് വാക്കുകൾ വിനയപൂർവ്വമാവുകയാണ് ചെയ്യുക. അതിന് പകരം നമ്മളെ തന്നെ ബോധിപ്പിക്കാനും നമ്മളെ തന്നെ പ്രദർശിപ്പിക്കാനും ശ്രമിക്കുമ്പോഴാണ് ആലഭാരങ്ങൾ നമ്മളെ തന്നെ ചവിട്ടിമെതിച്ച് നാം നമ്മളോട് തന്നെ പരാജയപ്പെട്ടു പോവുക. അങ്ങനെ പരാജയമടയാത്തൊരു പരമ്പരയാണ് ഇവിടെ സ്വാമിജിയിലൂടെ അമൃതം ഭാഗവതത്തിലൂടെ ഇവിടെ ഉരുത്തിരിയുന്നത്. കാരണം അതിനും പാലക്കാടിൻ്റെ മണ്ണിൻ്റെ ഗന്ധമുണ്ടെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. പൂതാമ്പള്ളിയിലെ ബാലകൃഷ്ണ മേനോൻ ജില്ലാ ജഡ്ജി ആയിരുന്ന കുട്ടപ്പ മേനോൻ്റെ മകനായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഇത്ര ഗംഭീരമായിട്ടും ഇമ്മൻസ്ലി റിച്ചായിരുന്നു. ഫൈനാൻഷ്യലി ആണെങ്കിലും ജില്ലാ ജഡ്ജി ആയതുകൊണ്ട് അഡ്മിനിസ്ട്രേഷനിൽ വലിയ ഹോൾഡുള്ള ഒരു അച്ഛൻ്റെ മകൻ. അമ്മ തങ്കുത്തമ്പുരാട്ടിയായിരുന്നു, കൊച്ചിയിലെ രാജവംശത്തിലെ ആളായിരുന്നു. അതുകൊണ്ട് എല്ലാ രീതിയിലും സിൽക്ക് ബാലൻ എന്നറിയപ്പെട്ട ആ യുവാവ് മഹാരാജാസിൽ നിന്ന് ഡിഗ്രിയൊക്കെ കരസ്ഥമാക്കി നാഷണൽ ഹെറാൾഡിൽ ജോലി ചെയ്യുമ്പം നിരീശ്വരവാദത്തിൻ്റെ അലയൊലികൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഷോഫ് എന്ന് പറയുന്ന സുഹൃത്തിനോട് ചേർന്നിട്ട് ഭാരതത്തിലെ സന്യാസത്തിൻ്റെ കാപട്യമുഖങ്ങളെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹരിദ്വാറിലേക്ക് പോകുന്നതും ഷോഫ് ഒരു ഹൃദയാഘാതത്തിൽ മരിച്ച് ഈ പൂതാമ്പള്ളിയിലെ ബാലൻ്റെ കയ്യിൽ ഒരു കുടം ചാരമായി മാറുന്നതും. പിന്നീട് ആ യാത്ര അവസാനിപ്പിച്ചില്ല. അദ്ദേഹം ചെന്ന് കയറുന്നത് സ്വാമി ശിവാനന്ദ അവരുടെ ആശ്രമത്തിലായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചില്ലുജാലകങ്ങൾ പൊട്ടിത്തുടങ്ങിയത്. നഗ്നനായ തപോവന സ്വാമിയിലൂടെ ആ അഴുക്കുകൾ മുഴുവനും ഗംഗയിൽ ഭസ്മീകരിച്ചുകൊണ്ട് തലമുണ്ടനം ചെയ്ത് ബാലൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പം അച്ഛന് മനസ്സിലായില്ല ഈ വന്നിരിക്കുന്നത് ആരാണെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് തൻ്റെ മകനാണ് സന്യാസിയായി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം ചിലർക്ക് തോന്നാം, ഇയാൾ എന്തിനാണ് ഈ നട്ടുച്ചയ്ക്ക് നേരമില്ലാത്ത നേരത്തെ ഒരു പൂതാമ്പള്ളിയിലെ ബാലനെ കുറിച്ച് പറയുന്നതെന്ന്.
പക്ഷേ പൂതാമ്പള്ളിയിലെ ബാലൻ എന്ന് ഞാൻ പറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞത്. എല്ലാ ആലഭാരങ്ങളും അറിവുകേടിൻ്റെ എല്ലാ നിലയില്ലായ്മകളും അപഹരിക്കപ്പെട്ട് തപോവനസ്വാമിയുടെ ഒറ്റക്കുടിലിൽ നിന്ന് എല്ലാം തിരസ്കരിക്കപ്പെട്ടവനായി പക്ഷേ ലോകത്തിന് വെളിച്ചവുമായി കടന്നു വന്ന പൂതാമ്പള്ളിയിലെ ബാലൻ്റെ നമ്മൾ അറിയുന്ന പേരാണ് സാക്ഷാൽ സ്വാമി ചിന്മയാനന്ദ. ആ സ്വാമിയുടെ പരമ്പരയാണ് ഇവിടെ അമൃതം ഭാഗവതമായിട്ട് ഉരുത്തിരിയുന്നത്. അപ്പോൾ പണ്ഡിറ്റ് ഗോപാലൻ നായരാവട്ടെ, ചിന്മയാനന്ദ സ്വാമികളാവട്ടെ, പാലക്കാടിൻ്റെ മണ്ണിൽ വിളയാത്ത വലിയ വൃക്ഷങ്ങൾ യഥാർത്ഥത്തിലില്ല എന്ന് പറയാം, ആധ്യാത്മിക വൃക്ഷങ്ങൾ. അപ്പം അങ്ങനെ ഒരു മണ്ണിൽ വരാൻ സാധിച്ചതിലും, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ വള്ളിയൂർ തിരുമേനിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം 1-ാം തീയതി വരാനാണ് പറഞ്ഞത്, പക്ഷേ ഇന്നാണ് വരാൻ സാധിച്ചത്. അതൊരു സുഹൃതമായി കാണുന്നു. ഗുരുനാഥൻ്റെ സാന്നിധ്യത്തിൽ ഈ ഒരു കാര്യം, ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ മഹാമായയിൽ നമ്മൾ പെടാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും താക്കീതുകളുമാണ്. ആ ഭഗവാനല്ലാതെ മറ്റൊരാശ്രയമില്ല. ആ ഭഗവാന്റെ വാത്സല്യം ഒളിച്ചോടാതിരിക്കുക. അപ്പോൾ പലരും ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോൾ പറയാറുണ്ട്, 7 മണിക്കൂർ ഞാൻ ക്യൂ നിന്നു, ഇനി വയ്യാന്ന് പറയും. പക്ഷെ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, ഗുരുവായൂരപ്പന് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇഷ്ടമല്ലാത്തവർ വരുമ്പം ഗുരുവായൂരപ്പൻ നേരത്തെ തന്നെ അവിടുത്തെ ഏതെങ്കിലും ഓഫീസേഴ്സിനെയും പോലീസുകാരനെയും റെഡിയാക്കി നിർത്തും. പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പൊക്കോളാൻ പറയും. അതാണ് ഗുരുവായൂരപ്പൻ്റെ മായ. അതേസമയം നിങ്ങളവിടെ ഇരിക്കുകയാണ്. എന്താ കാരണം? ഗുരുവായൂരപ്പന് നമ്മളെ കണ്ടിട്ട് മതിയാവണില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പം അവിടെ ഇരിക്കുക, ഭഗവാന്റെ അടുത്ത് എത്ര നേരം ഇരിക്കുക, അത് തന്നെയാണ് സുഹൃതം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്യാമേട്ടൻ, ശ്രുതി. അവരുകൾ വളരെ എനർജറ്റിക്കായുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന അവർ എപ്പോഴും അത്ഭുതങ്ങൾ ഇതുപോലെ നമ്മൾക്ക് വേണ്ടി ആശ്രാന്ത പരിശ്രമത്തിലൂടെ പലപ്പോഴും ചെയ്യുന്നത് നോക്കി നിന്നിട്ടുണ്ട്. അവർക്കും ഈ സദസ്സിലുള്ള എല്ലാ പുണ്യാത്മാക്കൾക്കും പരസ്പരം നമുക്ക് അനുഗ്രഹിക്കാൻ ആനന്ദവും ധർമ്മവും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ഇതൊന്നും നമ്മളിലൂടെയല്ല, ഇതെല്ലാം അർഹതയുടെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, മറിച്ച് ഗുരുവായൂരപ്പൻ നമ്മളെയൊക്കെ ബന്ധിപ്പിക്കുന്നു, ഗുരുവായൂരപ്പൻ ആനന്ദിക്കുന്നു. ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എന്താ വേണ്ടത്? ഗുരുവായൂരപ്പാ അവിടുന്ന് സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഗുരുവായൂരപ്പനായി കണ്ട് നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി വിമൽജി അവിടുത്തെ വാക്കുകൾക്ക്. അടുത്തതായി ആശംസാ ഭാഷണമാണ്. ആശംസാ പ്രസംഗം നടത്തുവാൻ വേണ്ടി മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ ദണ്ഡപാണി അവർകളെ ക്ഷണിക്കുന്നു. എഴുത്തുകാരനും സാമൂഹിക സേവനവുമായ ശ്രീ ദണ്ഡപാണി അവർകൾ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സംപൂജ്യനായ ഉദിത് ചൈതന്യ സ്വാമികൾ, ഈ വേദിയിൽ ഇരിക്കുന്ന സാക്ഷാൽ ദൈവപുത്രന്മാർ എന്ന് തന്നെ പറയുന്ന മഹൽ വ്യക്തികൾ, ഈ പൈതൃക ഗ്രാമം എന്ന ആശയവുമായിട്ട് ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ആദരണീയനായ ശ്യാം ചൈതന്യജി, ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരന്മാർ എല്ലാവർക്കും നമസ്കാരം. പൈതൃക ഗ്രാമം അതൊരു അർത്ഥവത്തായ വാക്ക് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൈതൃക സ്വഭാവങ്ങളും പൈതൃകത്തിൻ്റെ നന്മകളുമാണ്. ആ പൈതൃകത്തിനെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് ഒരു പൈതൃക ഗ്രാമം തന്നെ പാലക്കാടിൻ്റെ മടിത്തട്ടിൽ ഈ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചുകൊണ്ട് ഹൈന്ദവ ആചാരങ്ങളും ഹൈന്ദവ വിശ്വാസങ്ങളും എല്ലാവരിലും എത്തിക്കുവാനുള്ള
ഇതിൻ്റെ സംഘടനാ പാടവം സ്വാഭാവികമായിട്ടും ഈ സമയത്ത് തികച്ചും ശ്ലാഘനീയമാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം നമ്മുടെ എല്ലാ കലകളും, പൗരാണികമായിട്ടുള്ള എല്ലാ കലകളും വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നൊരു സമയമാണ്. നേരത്തെ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ച പോലെ പരസ്പരം അടുത്തിരിക്കുന്നവർ ആരെന്ന് പോലും ചിന്തിക്കാൻ സമയമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. അമ്മയും മകനും, അമ്മയും അച്ഛനും അതുപോലെ മക്കളും ഇരിക്കുമ്പോൾ പരസ്പരം സംസാരിക്കാൻ ഒഴിവില്ലാതെ മൊബൈൽ തന്നെ കഴിച്ചുകൂട്ടുന്ന കാലം. ക്ഷേത്രങ്ങൾ തികച്ചും പ്രായമേറിയവരുടെ ഭാഗം മാത്രമായി മാറുന്ന കാലം. എല്ലാം മാറി മറിഞ്ഞുകൊണ്ട് ഒരു തലമുറ ഇനി എന്താണ് ഈ ദൈവം, ഇല്ലെങ്കിൽ എന്തിനാണ് ഈ ആരാധനാലയങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിൽ മറുപടി പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ നാട് കടന്നുകൊണ്ടിരിക്കുന്നത്. നാം ഒരു പൗരാണികമായി തന്നെ ചിന്തിച്ചാൽ നമ്മുടെ വീടുകളിൽ നാം സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. എത്ര കുട്ടികളുണ്ട്, എത്ര പേരക്കുട്ടികളുണ്ട്, എത്ര വീട്ടുകളിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് നാമജപം നടത്തിയിരിക്കുന്ന എത്ര വീടുകളുണ്ട് എന്ന് നാം ആത്മപരിശോധന നടത്തണം. നമ്മളൊക്കെ സഹസ്രനാമങ്ങളും അതുപോലെ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും അങ്ങനെ ഓരോ നാമങ്ങളും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എത്ര കുട്ടികൾക്ക് അതിൻ്റെ അന്തസത്ത മനസ്സിലാവുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത്തരം ഒരു മേഖലയിലേക്ക് നാം ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥമായ പൈതൃകത്തെ തിരിച്ചറിയാനുള്ള നമ്മളുടെ ഈ ശ്രമം പരിപൂർണമായി നടപ്പിലാവുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് മിക്ക ക്ഷേത്രത്തിൻ്റെയും ഭാരവാഹികളായി വരുന്നത് എന്നും കാലാകാലം കണ്ടുവരുന്ന മുഖങ്ങളും പ്രായമായവരും അല്ലാത്തവരുമായ മാതൃസമിതി അംഗങ്ങൾ മാത്രമായിട്ടാണ് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്നത്. ഇതൊരു തലമുറ, ഞാനും നിങ്ങളൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ദൈവം തന്ന ഈ ജീവൻ തിരിച്ചെടുക്കുകയും നമ്മൾ തികച്ചും ജഡമായി മാറിക്കൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റൊരു ജന്മം കൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ കൂടുതൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു മേഖല എന്ന് പറയുന്നത് മനുഷ്യരുടെ ജന്മമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ജന്മത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യം മറ്റൊരു ജന്മത്തിൽ ഒരിക്കലും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുകയുമില്ല. ഇവിടെ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും പൗരാണികതയും എല്ലാം നിൽക്കുന്നത് ദേവന് വേണ്ടിയാണെന്നുള്ള ചിന്താഗതികൾ നാം മാറ്റേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ആ ദേവനിൽ തന്നെയാണ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും കുടിയിരിക്കുന്നത്. എന്നിലും നിങ്ങളിലൊക്കെ കുടികൊള്ളുന്നത് സാക്ഷാൽ പരമാത്മാവിൻ്റെ കണികയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശാസ്ത്രം എത്രയോ വളർന്നു വന്നു കഴിഞ്ഞു. അപ്പോഴൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്ങനെയാണ് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നമ്മളിത് ഉരുണ്ടുകൂടുന്നതെന്നും അത് കഴിഞ്ഞ് 10 മാസം കഴിയുമ്പോൾ നമ്മളെ പ്രസവിച്ച് വലുതാക്കി കഴിഞ്ഞ് ഏതാണ്ട് നമ്മുടെ ചിന്തകളും നല്ല ചിന്തകളും അസുര ചിന്തകളും ഒക്കെ അവസാനിച്ചുകൊണ്ട് നമ്മൾ തികച്ചും ജഡമായി നമ്മുടെ ആത്മാവ് മറ്റൊന്നിലേക്ക് ലയിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെപ്പറ്റി തിരിഞ്ഞു നോക്കാറില്ല. നാം ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇവിടെ നിൽക്കുന്ന ഓരോ സസ്യ ജലാശയങ്ങൾ അതുപോലെ ജന്തു ജീവജാലങ്ങളൊക്കെ നമ്മുടെ ഒരു അവതാരങ്ങൾ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉച്ചകോടി ഇല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ തത്വം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൃത്യമായി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് ഈ പൈതൃഗ്രാമവും ശ്യാംജി നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നതെന്ന് തീർച്ചയായിട്ടും അറിയാം. മലബാർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഏറ്റവും ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നത് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഒഴുകിപ്പോകുന്ന അവിടെ ഗംഗാ നദിയായി സങ്കല്പിച്ചുകൊണ്ട് സാക്ഷാൽ ഗംഗാ ആരതി നടത്തിക്കൊണ്ടാണ് ഈ പൈതൃക ഗ്രാമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആ ഏത് ജലത്തെയും ഗംഗയായി സങ്കല്പിച്ചുകൊണ്ട് അത് ഗംഗാതീർത്ഥമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ആരതി ഒഴിയാൻ ഈ ആനിക്കോട് അഞ്ചുമൂർത്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ ജഗദീശ്വരൻ തീരുമാനിച്ച കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേദമന്ത്രങ്ങൾ കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് അത്രയും ആ സ്ഥലങ്ങളിൽ അതിൻ്റേതായ പരിപോഷിപ്പെടുത്തിക്കൊള്ള ഈ മഹത് വ്യക്തികൾ ഇവിടെ ഈ നിറഞ്ഞ സദസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മളേക്ക് അനുഗ്രഹപ്രയത്തിന് വേണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അത് നാം ചെയ്തിട്ടുള്ള പുണ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടൊരു പൂജകൾ മാത്രം നടന്നു പോകേണ്ട ഈ വേദിയിൽ ഇത്രയും ദിവസം ശബ്ദമുഖരിതമായിട്ട് കൊണ്ട് മന്ത്രോച്ചാരണങ്ങളെ കൊണ്ട് ഏറ്റവും ചൈതന്യവത്തായിട്ട് മാറിയിരിക്കുന്നു.
ഞാൻ സത്യം പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ ഒരു വേദി എന്നെ പങ്കിടുന്നത് എൻ്റെ ഗുരുസ്ഥാനീയനാണ് സ്വാമി ഉദിത് ചൈതന്യ ജി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹമാണ് എന്നിൽ പറഞ്ഞത് ഒരു സപ്താഹത്തിലൊക്കെ അത്യാവശ്യമൊക്കെ 2 വാക്ക് പറയാമെന്ന് അദ്ദേഹം തന്ന 2008 തന്ന ആ പ്രചോദനമാണ് സത്യം പറ ഭാഗവത വേദിയിലേക്ക് എനിക്ക് എന്നും കടന്നു വരാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൊച്ചുമക്കൾ ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ചു. ആ കൊച്ചുമക്കളിലേക്ക് ഇത് പകർന്നെടുക്കേണ്ട ആവശ്യകത നമ്മളിലുണ്ട്. അതുപോലെ വേദങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്നതാണ്. വേദങ്ങൾ നമ്മുടെ ആർഷ സംസ്കാരത്തിൽ നിന്നും ഉയർത്തിട്ട അഖണ്ഡ ഭാരതത്തിൽ വേദങ്ങളാണ് അടിസ്ഥാനമെന്നും അതേപോലെ നമ്മളുടെ സംസ്കാരം പാശ്ചാത്യർ കൊണ്ടുവന്നിട്ടുള്ള സംസ്കാരം കേരള ജനത അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു പോകുന്നത്. നേരത്തെ ഇവിടെ പ്രസ്താവിക്കേണ്ടായ സ്വാമിജി എന്താണ് കൃത്യമായി പറഞ്ഞ ഡോക്ടർ സാറ് പറഞ്ഞിരുന്നു, സംസ്കൃതം, നമ്മുടെ സംസ്കൃത ഭാഷ എത്ര ആൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്? ഇംഗ്ലീഷ് വിദേശി ഭാഷ 1ാം സ്ഥാനത്ത് നിന്ന് പഠിക്കുന്നു. സംസ്കൃതം വേണ്ട, മലയാളം വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ ആധികാരികമായിട്ട് നമുക്കുണ്ടായിട്ടുള്ളത് സംസ്കൃതത്തിൽ നിന്നാണ്. താളിയോലകളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തുകൾ. അത്തരം മേഖലയിലേക്ക് നാം പോകണം. തീർച്ചയായിട്ടും ഇത്തരം വേദികൾ നമ്മുടെ പൈതൃക ഗ്രാമം തന്നെ ആ പൈതൃകം നിലനിർത്തുവാനുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നമ്മളിൽ ഓരോരുത്തരും നിക്ഷിപ്തമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ നിന്നും ഉച്ചരിക്കുന്ന വിഷ്ണു സഹസ്രനാമങ്ങളും ലളിതാ സഹസ്രനാമങ്ങളും മാറ്റിക്കൊണ്ട് പഴയ താളിയിലേക്ക് അടുത്ത വർഷം നടക്കുന്ന ഈ വേദി മാറുവാൻ ഈ ഒരു സമയം സമാഗതമായി. അവിടെ നിന്ന് വേണം നമ്മൾ പൗരാണിയിലേക്ക് എത്തി നോക്കാൻ എന്ന് ആ ഗ്രന്ഥം ഭദ്രമായി പൂജാ റൂമിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ എന്നും നാമജപങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവണം. ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഇല്ലാത്ത വീടുകളിൽ ഇന്ന് സന്ധ്യാസമയത്ത് ആ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് നാമജപങ്ങൾ ആരംഭിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൈതൃകാമത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളും പൂവണി എന്നുള്ള വേദിയായി തീരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആദരിക്കൽ ചടങ്ങുകളാണ്. ധർമ്മപ്രസാരണ സരണിയിൽ ഒരു ദീപശിഖയായി വർത്തിക്കുന്ന വിവിധ സമിതികളിലെ സാരഥികളെ ആദരിക്കുന്നു. ആദ്യമായി വിവിധ കാവുകളിൽ വെളിച്ചപ്പെടുന്ന ധർമാചാര്യന്മാരായ കോമരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ആദരിക്കുന്ന ചടങ്ങാണ്. സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യജി അവരെ ആദരിക്കുന്നു. ജയപ്രസാദ് മുരിങ്ങമല, സുജിത് പിരായിരി, സനു ചിലമ്പത്ത് തേങ്കുറിശി, വിജയലക്ഷ്മി വിളയോടി, ജയപ്രസാദ് മുരിങ്ങമല, സുജിത് പിരായിരി, സനു ചിലമ്പത്ത് തേങ്കുറിശി, വിജയലക്ഷ്മി വിളയോടി. പേര് വിളിക്കുന്ന ക്രമത്തിൽ ഓരോരുത്തരായി വേദിയിലേക്ക് ആദരവേറ്റുവാങ്ങുവാൻ ചെല്ലേണ്ടതാണ്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് ആദരിക്കാം. സത്യഭാമ കഞ്ചിക്കോട്, യശോദ മാനംകുത്തി, ശകുന്തള വിളയോടി, പാർവതി മണിയാട്ടുമുളമ്പ്, ദേവു മണിയാട്ടുമുളമ്പ്, അമ്മു മണിയാട്ടുമുളമ്പ്, ജാനകി കൊടുമ്പ്, കല്യാണി വാരിക്കാട്ടുചള്ള, ലക്ഷ്മി വാരിക്കാട്ടുചള്ള, രമ എലപ്പുള്ളി, കമലം മുതലാം തോട്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്കവരെ ആദരിക്കാം, അനുമോദിക്കാം.
പ്രേക്ഷകർ കൈയടിക്കാൻ പിശുക്ക് കാണിക്കരുത്. വിവിധ ക്ഷേത്രങ്ങളിൽ വെട്ടിത്തെളിയുന്ന കോമരങ്ങളായ ധർമാചാര്യന്മാരെ ആദരിക്കുന്ന വലിയൊരു ചടങ്ങാണിത്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അവരെ അനുമോദിക്കാം. സ്വാമി ഉദി ചൈതന്യജിയുടെ കൂടെയും വിശിഷ്ട സാന്നിധ്യങ്ങളുടെ കൂടെയും നമ്മുടെ ധർമാചാര്യന്മാരുടെ ഒരു ഫോട്ടോ, നല്ലൊരു കയ്യടി. അടുത്തതായി വിവിധ മാതൃസമിതികളെയും സത്സംഗ സമിതികളെയും ഭജന കൂട്ടായ്മയും ഒക്കെ ആദരിക്കുന്ന ചടങ്ങാണ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് പെരിങ്ങര ശ്രീ കേശവൻ തിരുമേനിയാണ്. പൂതനൂർ നാരായണാശ്രമം സ്വാമി ചിന്മയാനന്ദ സ്വാമിജിയുടെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി പൂജ്യ സ്വാമിജിയെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ പെരിങ്ങര കേശവൻ തിരുമേനിയെയും ക്ഷണിക്കുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് അനുമോദിക്കാം. അടുത്തതായി ശ്രീമദ് ഭാഗവതാചാര്യൻ ശ്രീ രാമചന്ദ്രൻ ചെറുവള്ളി, ശ്രീമതി സരസ്വതി രാമചന്ദ്രൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങുന്നു. സംപൂജ്യ സ്വാമിജി ഇരുവരെയും ആദരിക്കുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അവരെ ആദരിക്കാം. നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ പകർന്നു നൽകുന്ന വിവിധ മാതൃസമിതികളിലെ ആചാര്യന്മാരെയും പ്രതിനിധികളെയും ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ശ്രീമതി വിജയലക്ഷ്മി മീനാക്ഷിക്കുട്ടി ഹരി മാസ്റ്റർ, കൊടുവായൂർ ജ്ഞാനോപാസന സമിതി. ശ്രീമതി വിജയലക്ഷ്മി മീനാക്ഷിക്കുട്ടി ഹരി മാസ്റ്റർ, ജ്ഞാനോപാസന സമിതി, കൊടുവായൂർ. അടുത്തത് ശ്രീ ശിവരാമൻ നായർ, കോട്ടായി, നാരായണീയം, ഭാഗവതം, അക്ഷരശ്ലോകം തുടങ്ങിയ അക്ഷരങ്ങളുടെ ആചാര്യൻ ശ്രീ ശിവരാമൻ നായർ. ശ്രീമതി രാധിക, അന്നപൂർണേശ്വരി മാതൃസമിതി, പുതുശ്ശേരി. ശ്രീമതി രാധിക, അന്നപൂർണേശ്വരി മാതൃസമിതി, പുതുശ്ശേരി. ശ്രീമതി സുശീല, ഓടന്നൂർ സമിതി. ശ്രീമതി സുശീല, ഓടന്നൂർ സമിതി. ശ്രീമതി സരോജിനി അമ്മ, പുതുപ്പെരിയാരം.
ശ്രീമതി സരോജിനി അമ്മ പുതുപ്പരിയാരം, ശ്രീമതി ശശികല ടീച്ചർ ഗായത്രി മാതൃസമിതി കണ്ണാടി തൂവക്കോട്, ശ്രീമതി ശശികല ടീച്ചർ ഗായത്രി മാതൃസമിതി കണ്ണാടി തൂവക്കോട്, ശ്രീമതി രേണുക രവീന്ദ്രൻ ആധ്യാത്മിക ഗ്രൂപ്പ് പരുത്തിപ്പുള്ളി ചെരാംകുളങ്ങര, ശ്രീമതി രേണുക രവീന്ദ്രൻ ആധ്യാത്മിക ഗ്രൂപ്പ് പരുത്തിപ്പുള്ളി ചെരാംകുളങ്ങര, ശ്രീ സന്താനകൃഷ്ണൻ അമ്പാടി നാരായണീയം വീശലം തച്ചങ്കാട്, ശ്രീ സന്താനകൃഷ്ണൻ അമ്പാടി നാരായണീയം വീശലം തച്ചങ്കാട്. നിങ്ങളുടെ ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് അവരോടുള്ള ആദരവ് സൂചിപ്പിക്കുക. ശ്രീമതി ജിഷ നന്ദകുമാർ രണ്ടുമൂർത്തി നാരായണീയ സമിതി ഒറ്റപ്പാലം, ശ്രീമതി ജിഷ നന്ദകുമാർ രണ്ടുമൂർത്തി നാരായണീയ സമിതി ഒറ്റപ്പാലം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഒന്ന്. ശ്രീമതി സുമതി ഉണ്ണികൃഷ്ണൻ നാരായണീയ സത്സംഗ സമിതി കണ്ണാടി, ശ്രീമതി സുമതി ഉണ്ണികൃഷ്ണൻ നാരായണീയ സത്സംഗ സമിതി കണ്ണാടി, ശ്രീമതി ശാന്ത രഘു സൗപർണിക വള്ളിക്കോട്, ശ്രീമതി ശാന്ത രഘു സൗപർണിക വള്ളിക്കോട്, ശ്രീമതി ഉഷ ഉദയകുമാർ കൃഷ്ണ ഗ്രൂപ്പ് കോട്ടായി, ശ്രീമതി ഉഷ ഉദയകുമാർ കൃഷ്ണ ഗ്രൂപ്പ് കോട്ടായി, ശ്രീമതി ശാന്ത കോങ്ങാട് ഭക്തജന സമിതി മഞ്ഞാമ്പ്ര, ശ്രീമതി ശാന്ത കോങ്ങാട്ട് ഭക്തജന സമിതി മഞ്ഞാമ്പ്ര, ശ്രീ പ്രകാശൻ ഭാസ്കരൻ മോക്ഷ ആധ്യാത്മിക വിജ്ഞാനവേദി മൈലപ്പാടം, ശ്രീ പ്രകാശൻ ഭാസ്കരൻ മോക്ഷ ആധ്യാത്മിക വിജ്ഞാനവേദി മൈലപ്പാടം, ശ്രീമതി ശകുന്തള ദേവി മുരളിക മാതൃസമിതി മാങ്കുറിശി ഭഗവതി ക്ഷേത്രം, ശ്രീമതി ശകുന്തള ദേവി മുരളിക മാതൃസമിതി മാങ്കുറിശി ഭഗവതി ക്ഷേത്രം, ശ്രീമതി സുലേഖ രാജേശ്വരി ടീച്ചർ ലളിത സഹസ്രനാമ ജപ സമിതി തേനൂർ, ശ്രീമതി സുലേഖ രാജേശ്വരി ടീച്ചർ ലളിത സഹസ്രനാമ ജപ സമിതി തേനൂർ, പ്രൊഫസർ രമാദേവി ടീച്ചർ പേരമ്പര മാതൃസമിതി ചേരമ്പര, പ്രൊഫസർ രമാദേവി ടീച്ചർ ചേരമ്പര മാതൃസമിതി ചേരമ്പറ്റ മാതൃസമിതി, പ്രൊഫസർ രമാദേവി ടീച്ചർ ചേരമ്പറ്റ മാതൃസമിതി, ശ്രീമതി മൂകാംബിക മേനോൻ ഭജനമഠം ദേവി ഗ്രൂപ്പ്, ശ്രീമതി മൂകാംബിക മേനോൻ ഭജനമഠം ദേവി ഗ്രൂപ്പ്, ശ്രീ സുരേഷ് വിഴുമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ആലത്തൂർ, ശ്രീ സുരേഷ് വിഴുമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ആലത്തൂർ, ശ്രീമതി സതി ഭാസ്കർ പുതുപ്പരിയാരം ചെറുപ്പിൽക്കാവ് മാതൃസമിതി, സതി ഭാസ്കർ പുതുപ്പരിയാരം ചെറുപ്പിൽക്കാവ് മാതൃസമിതി,
ശ്രീമതി ഓമന കണ്ണമ്പരിയാരം ഞാറക്കോട് നാരായണ സമിതി. ശ്രീമതി ഓമന കണ്ണമ്പരിയാരം ഞാറക്കോട് നാരായണീയ സമിതി. ശ്രീ സുനിൽ മാസ്റ്റർ കരിമ്പ. ശ്രീ സുനിൽ മാസ്റ്റർ കരിമ്പ. ശ്രീ മോഹൻദാസ് തുളസീദാസ് നാരായണീയ സമിതി. ആചാര്യൻ തുളസീദാസ് നാരായണീയ സമിതി. ശ്രീ മോഹൻദാസ്. ശ്രീമതി ഗീത അച്യുതൻ. ഏറ്റവും കൂടുതൽ ഭക്തരെ പങ്കെടുപ്പിച്ചതാണ് ടീച്ചർ ഈ വേദിയിൽ ആദരിക്കുന്നു. ശ്രീ ശ്രീ നാരായണീയ സത്സംഗം. ശ്രീ ശ്രീ നാരായണീയ സത്സംഗം. ശ്രീമതി ഗീത അച്യുതാനന്ദൻ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ശ്രീമതി ഗീത അച്യുതൻ. ശ്രീമതി വൃന്ദ ഉണ്ണികൃഷ്ണൻ ചിന്മയ മിഷൻ ദേവി ഗ്രൂപ്പ്. ശ്രീമതി വൃന്ദ ഉണ്ണികൃഷ്ണൻ ചിന്മയ മിഷൻ ദേവി ഗ്രൂപ്പ്. ശ്രീമതി നന്ദിനി ശിവദാസ് ഹരിശ്രീ ഗ്രൂപ്പ് കൊട്ടേക്കാട്. ശ്രീമതി നന്ദിനി ശിവദാസ് ഹരിശ്രീ ഗ്രൂപ്പ് കൊട്ടേക്കാട്. ശ്രീ പ്രസന്നചന്ദ്രൻ അയ്യങ്കുളം മഹാദേവ ക്ഷേത്രം മാതൃസമിതി. ശ്രീ പ്രസന്നചന്ദ്രൻ അയ്യങ്കുളം മഹാദേവ ക്ഷേത്രം മാതൃസമിതി. ആചാര്യ ശ്രീ ലക്ഷ്മി ടീച്ചർക്ക് വേണ്ടി CS മേനോൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ആചാര്യ ശ്രീ ലക്ഷ്മി ടീച്ചർ. ആചാര്യ ശ്രീ ലക്ഷ്മി ടീച്ചർക്കുള്ള പുരസ്കാരം ആദരവ് ശ്രീ CS മേനോൻ ഏറ്റുവാങ്ങുന്നു. ഏതെങ്കിലും മാതൃസമിതി ആധ്യാത്മിക സത്സംഗ സമിതിയിലെ ആചാര്യമാരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പേരൊന്ന് വന്ന് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വാമിജിയിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാ ആധ്യാത്മിക ധർമ്മപ്രചാരണ സാരഥികൾക്കും പൈതൃക ജില്ല പാലക്കാട് അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ പേരിൽ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ആശംസാ ഭാഷണത്തിനായി ശ്രീ പെരിങ്ങര കേശവൻ തിരുമേനിയെ ക്ഷണിക്കുകയാണ്. ഹരി ഓം. ഹരിശരണം. കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വിശപ്പ് തട്ടിപ്പോയിട്ടുണ്ടാവും അല്ലേ? അപ്പം അധികം സമയമൊന്നുമില്ല. എല്ലാവരും ഒന്ന് കൈ ഉയർത്തിയിട്ട് ശ്രീ ഗുരുവായൂരപ്പ ശരണം എന്ന് പറയാമോ? ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്നിപ്പോൾ ഇവിടെ വിഷ്ണു സഹസ്രനാമം നമ്മൾ ചൊല്ലി. എനിക്ക് തോന്നുന്നത് നമ്മൾ ഐകമത്യ സൂക്തമാണ് ചെല്ലേണ്ടത്, സംവാദ സൂക്തമാണ് ചെല്ലേണ്ടത്. കാരണം എന്താ വെച്ചാൽ നന്നായാൽ ഒന്നാവും, ഒന്നായാൽ നന്നാവും. നന്നായാൽ ഒന്നാവും, ഒന്നായാൽ നന്നാവും. നമ്മുടെ ഇടയിൽ അതില്ല. ഏറ്റവും വലിയ ഗതികേട് ഞാൻ കണ്ടത് എന്താ വെച്ചാൽ ഹിന്ദു സമൂഹത്തിൽ, ഇപ്പം ഞാൻ കഴിഞ്ഞൊരു ആശ്രമത്തിൽ ഒരു പ്രഭാഷണത്തിന് പോയിരുന്നു. ഞാൻ പറയണില്ല, അത് ആശ്രമത്തിൽ പറയണില്ല. ആ ആശ്രമത്തോട് ബന്ധപ്പെട്ട് ഒരു 50-ൽ കൂടുതൽ കുടുംബമുണ്ട് അവിടെ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ആശ്രമത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ചില നിബന്ധനകൾ ഞങ്ങൾക്കുണ്ട്. ഈ 51 കുടുംബത്തിലും ഒരാൾ പോലും ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ പാടില്ല. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ നിബന്ധന,
രാവിലെ എഴുന്നേറ്റാൽ കുട്ടികൾ മാതാപിതാക്കളെ നമസ്കരിക്കുക, രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തെ നിബന്ധന, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താവിൻ്റെ കാലുമ്പ് തൊട്ട് നമസ്കരിക്കുക. ഈ 3 കാര്യങ്ങൾ അവർ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇത് അനുസരിക്കാൻ വയ്യാത്തൊരാരും ആശ്രമത്തിൽ വരണ്ട. അപ്പം നമ്മുടെ ഇടയിൽ ഹിന്ദു സമൂഹത്തിൽ ലഹരി പോകണം. ലഹരി എന്ന് പറഞ്ഞാൽ ഹരിയിൽ ലയനം ചെയ്യാമെന്ന് കൂടി അർത്ഥമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓരോ സന്ദർഭത്തിൽ ആൾക്കാർ ഒന്നിച്ച് കൂടുമ്പോഴും, കഴിഞ്ഞ തവണ ഒരു ഇതിൽ തന്നെ ആരാ പറഞ്ഞു ഞാൻ പറയണില്ല, അപ്പോൾ തൽക്കാലം നമ്മുടെ നാരായണീയ സമിതിക്കാർ തമ്മിൽ എന്താണ് യോജിപ്പില്ലാത്തതെന്ന് ചോദ്യം വന്നു. നാരായണീയ സമിതിക്കാർ തമ്മിൽ പോലും മത്സരമാണ് എന്ന ഒരു അപവാദം കഴിഞ്ഞ ഒരു സമ്മേളനത്തിൽ ഞാൻ സംസാരിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇങ്ങനെയെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇടയിൽ എന്താ വേണ്ടത് വെച്ചാൽ, ജാതി വിവേചനങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, താൻ അറിവുള്ള ആളാണെന്ന് അഭിമാനം മാറ്റി വെച്ചുകൊണ്ട്, ശ്രീ ഗുരുവായൂരപ്പൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരെന്ന് വിചാരിച്ചുകൊണ്ട് തമ്മിൽ സ്നേഹിക്കാനും സേവിക്കാനും പഠിക്കണം. ഞാൻ 4 കാര്യങ്ങൾ പറയാറുണ്ട് സപ്താഹത്തിൽ. ഒന്ന്, എല്ലാവരെയും എല്ലായിടത്തേക്കും കൊണ്ടുപോകരുത്. എല്ലാവരെയും എല്ലായ്പ്പോഴും വിശ്വസിക്കരുത്. എല്ലാവരെയും എല്ലായ്പ്പോഴും സ്നേഹിക്കുക, സേവിക്കുക. പിന്നെ വിശ്വസിക്കാവുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ മാത്രമാണ്. ബാക്കി ആരെയും 100% വിശ്വസിക്കാൻ നിവൃത്തിയില്ല. മനുഷ്യ മനസ്സ് മറക്കടസ്യ സുരാപാനം മാർഗേ വൃശ്ചിക ദംശനം എന്ന് പറഞ്ഞ പോലെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് മനുഷ്യരുടെ. ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ നാളെ ഉണ്ടാവില്ല. എൻ്റെ കൂടെ എന്ന് നിൽക്കുന്നത് ഒരാൾ മാത്രമാണ്, ഭഗവാൻ മാത്രമാണെന്ന് ഓർമ്മ വെച്ചുകൊണ്ട് കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അതായത് സാധന ഒരു പ്രവൃത്തിയല്ല, എല്ലാ പ്രവൃത്തികളും സാധനയാണ്. ത്വത്പ്രോദ്ഗാനൈ സഹിതമനുഷം സർവ്വതോ ഗേഹകൃത്യം. പട്ടരിപ്പാട് നാരായണീയത്തിലെ ഗോപസ്ത്രീകളെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞതാണ്. ഇപ്പം നാരായണീകാരാണല്ലോ എല്ലാവരും ഉള്ളത് ഇവിടെ. ത്വത്പ്രോദ്ഗാനൈ സഹിതമനുഷം സർവ്വതോ ഗേഹകൃത്യം. ഗോപസ്ത്രീകൾ പണിയെടുക്കാത്തവരല്ലായിരുന്നു. കാലത്ത് എഴുന്നേറ്റാൽ ഉണർന്നു കഴിഞ്ഞാൽ നല്ല പണിയുണ്ട് അവർക്ക്. വീട് നന്നാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, പശുക്കളെ നോക്കുക, പശുക്കുട്ടികളെ നോക്കുക, കുട്ടികളെ നോക്കുക. ആ സമയത്തൊക്കെ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് ജപിച്ചുകൊണ്ടാണ് അവർ സന്തോഷമായിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. അതുകൊണ്ട് ഉപാസന എന്ന് പറയുന്നത് നാരായണീയം പഠിക്കലോ ഭാഗവതം പഠിക്കലോ സഹസ്രനാമം ചൊല്ലലോ മാത്രമല്ല, സ്വധർമ്മങ്ങളും സ്വകർമ്മങ്ങളും ഈശ്വരാർപ്പണമായി പ്രവർത്തിച്ചുകൊണ്ട് കുടുംബത്തിലായാലും അത് ജോലി സ്ഥലത്തായാലും ഇവിടെ എവിടെയായാലും ശരി എല്ലാം നാരായണന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഭാരവാഹികളെന്നൊരു വാക്ക് പ്രയോഗിക്കുകയുണ്ടായി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര ഭാരവാഹികളെന്ന് പറയാറുണ്ട്. ക്ഷേത്ര സേവകരാണ് അവർ. ക്ഷേത്രഭാരം വഹിക്കുന്നത് ഈശ്വരനാണ്. അപ്പോൾ ഭാരവാഹി എന്നുള്ള വാക്ക് പോലും അർത്ഥവത്തല്ല. വാസ്തവത്തിൽ നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സത്സംഗത്തിൽ കുറച്ച് നേരം ഇരിക്കാമെന്നതാണ്. കുറേ സജ്ജനങ്ങളുടെ കൂടെ കുറച്ച് സമയം ചിലവാക്കാലോ എന്ന് വിചാരിച്ചു വന്നതാണ്. എത്തിച്ചതും ഗുരുവായൂരപ്പൻ, ഇവിടെ ഇരുത്തിച്ചതും ഗുരുവായൂരപ്പൻ. 2 വാക്ക് പറയാൻ എനിക്ക് സമയം കിട്ടിയതും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങളോടും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നമ്മളെല്ലാവരും നാരായണൻ്റെ മക്കളാണ്. നമ്മുടെ മൂത്ത കാരണവർ നാരായണനാണ്. നരനെ സംബന്ധിച്ചതും നാരായണനെ സംബന്ധിച്ചതുമാണ് നാരായണീയം. അപ്പോൾ നാരായണീയം എന്താ പ്രാധാന്യം ചോദിച്ചു. നരനെ നാരായണനാക്കുന്ന സ്തോത്രകാവ്യമാണ്, കലിയുഗ ഭാഗവതമാണ് ശ്രീമദ് നാരായണീയം. അത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വേദവ്യാസൻ തന്നെയാണ്. നാരായണീയ മഹാത്മ്യം എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വേദവ്യാസൻ്റെ കൃതി തന്നെയാണ്. വേദവ്യാസൻ ഭട്ടതിരിപ്പാടായിട്ട് മേൽപ്പത്തൂരല്ല മേൽപുത്തൂര് നാരായണ ഭട്ടതിരിയായിട്ട് അവതരിച്ചത് വേദവ്യാസൻ തന്നെയാണ്. സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയുടെ നേരിട്ടുള്ള നിർദ്ദേശം കൊണ്ടാണ് ഈ ഭാഗവതത്തിനെയും സംക്ഷിപ്തമായിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ
അവതരിപ്പിച്ചു. വേണ്ടത് എടുത്തുകൊണ്ട് പലതും ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളതൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഗുരുവായൂരപ്പൻ്റെ ഉണർത്തുപാട്ട് ശ്രീമൻ നാരായണീയം ആണ്. ഭഗവാനെ ഉണർത്തണമെങ്കിൽ നിങ്ങൾക്ക് നാരായണീയത്തിലൂടെ സാധ്യമാവും. ആരോഗ്യത്തിനും, അതായത് നാരായണീയത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് പറഞ്ഞേക്കണത്. പട്ടിണിപ്പാട് രോഗം മാറ്റാൻ പറഞ്ഞില്ല. ആയുസ് വേണം, ആരോഗ്യം വേണം, മനസ്സമാധാനം ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് ഇരിക്കുന്ന സജ്ജനങ്ങളോട് പറയുക, ആരും തമ്മിൽ വെറുക്കുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യരുത്. ജാതികൾക്കും എല്ലാത്തിനും അതീതമായിട്ട് ഹിന്ദു സമൂഹം ലഹരി വിമുക്തമാവണം. ഈ ഇരിക്കുന്ന സർവ്വജനങ്ങളും, ഇവൻ സിഗരറ്റ് വലിക്കുന്നവർ പോലും അത് ഉപേക്ഷിക്കണം. ഏറ്റവും ലഹരി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് എന്ന ഓർമ്മയിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കൂ. ഭഗവാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നീട്ടിപ്പോകുന്നില്ല. ഞാൻ പറയാനുള്ളത് കുറച്ച് വാക്കുകൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നാരായണീയം കയ്യിലെടുക്കാത്തവരുണ്ടെങ്കിൽ എടുത്തോളൂ. എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ശ്രീമൻ നാരായണീയം ആണ്, ഗുരുവായൂരപ്പനാണ്. അല്ലെങ്കിൽ ഞാനിവിടെ വരില്ല. കാരണം ഇതിനൊന്നും അർഹത ഉണ്ടെന്ന് ഞാൻ ധരിച്ചിട്ടില്ല. ഒന്നും പഠിച്ചിട്ടില്ല വാസ്തവത്തിൽ. പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളെക്കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് ധരിച്ചുകൊണ്ട് നല്ല മനസ്സോടെ വിപരീത ചിന്തകളൊന്നും ഇല്ലാതെ കണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. തമ്മിൽ യോജിക്കാൻ പഠിക്കൂ. യൂണിറ്റി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഐകമത്യ സൂക്തം തന്നെ വായിക്കൂ. വേദസൂക്തമാണത്. ഒന്നിച്ച് നിൽക്കാനായിട്ട് നമുക്ക് കുടുംബത്തിൽ പോലും യോജിപ്പില്ല. അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹിന്ദു സമൂഹം. അപ്പം അതുകൊണ്ട് യോജിക്കാനും ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പനോട്. നമ്മുടെ അധിഷ്ഠാന ദേവത ഇവിടെ ഒരാൾ പറഞ്ഞ പോലെ കേരളം വിട്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് മോഹമുണ്ട്, നിവൃത്തിയില്ല. ഗുരുവായൂരപ്പൻ കേരളത്തിലായതുകൊണ്ട് എനിക്ക് കേരളം വിടാൻ നിവൃത്തിയില്ല. കാരണം കേരളത്തിൽ 3 അപ്പന്മാരുണ്ട് ഇവിടെ. 1 ഗുരുവായൂരപ്പൻ, 2 ഏറ്റുമാനൂരപ്പൻ, 3 സാക്ഷാൽ അയ്യപ്പൻ. ഈ 3 പേരും കേരളത്തിനെ സംരക്ഷിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. അതുമാത്രമല്ല, ആദിശങ്കരനെ ഇവിടെ ഓർമ്മിപ്പിച്ചു. സാക്ഷാൽ മഹാദേവൻ്റെ അവതാരമാണ് ആദിശങ്കരൻ. സാക്ഷാൽ വ്യാസൻ്റെ അവതാരമാണ് മേപ്പത്തൂർ നാരായണപ്പെട്ട തിരുപ്പാട്. ഇത് 2 പേരും കേരളത്തിലുണ്ടായത്. അതാണ് ഹന്തഭാഗ്യം ജനാനാം എന്ന് ഇവിടെ പറഞ്ഞത്. നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാണ്, ഗുരുവായൂരപ്പൻ്റെ മക്കളാണ്. ഓർമ്മ വെച്ചോളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ഇനി ഒരിക്കൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യോജിപ്പ് വേണം നമുക്ക്. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ ലഹരിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക സർവരും. നമ്മളൊന്ന് സൂക്ഷിക്കുക. പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പണം കൊണ്ട് പിണമാവാൻ പാടില്ല. പണം കൊണ്ട് ധന്യതയിലേക്ക് വരാൻ പോകണം. ധന്യനാവരുത്, ധനവാനാവരുത്, ധന്യനാവണം നമ്മൾ. എല്ലാവർക്കും സാധിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ഹരിശരണം, ഹരി ഓം. ഹരി ഓം. അടുത്തതായിട്ട് നമുക്ക് ആശംസ രേഖപ്പെടുത്തുന്നത് ചെറുവള്ളി രാമചന്ദ്രൻ അവർകളാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഇവിടെ മഹനീയ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഉദിജിയും ഞങ്ങളും തമ്മിൽ 30 വർഷത്തോളം ഉള്ള ബന്ധമാണ്. ആ ബന്ധം കുറേ കാലം ഗ്യാപ്പായിരുന്നു. എങ്കിലും ഈ ഒരു വേദിയിൽ, ഈ വേദി ഇത്രയും ഗംഭീരമായ ഈ വേദി ഒരുക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അറിയാം ശ്യാംജി ഒന്ന് കേൾക്കേണ്ട കാര്യം കൂടിയുണ്ട്. ഈ വേദി ഇത്രയും ഗംഭീരമായി സംഘടിച്ചത് ആര്? നമ്മളൊക്കെ വീട്ടിൻ്റെ മുന്നിൽ ഒരു ബോർഡ് എഴുതും, ഈ വീടിൻ്റെ ഐശ്വര്യം ഇന്ന ദേവത, എൻ്റെ വീടിൻ്റെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ. ദയവ് ചെയ്ത് അല്ല, മനസ്സിലാക്കിക്കൊള്ളൂ. ഭാഗവതത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം. കർമ്മങ്ങളെ നന്നാക്കൂ. ഇവിടെ എത്ര വലിയൊരു മഹത്യജ്ഞമാണ് ഇവിടെ നടന്നത്. ഈ ശ്യാംജി എന്ന വ്യക്തിയിലൂടെ ആര് പ്രവർത്തിച്ചു? സാക്ഷാൽ ഭഗവാൻ. അഥവാ 5 മൂർത്തികൾ. ആ 5 മൂർത്തി ഈ ശ്രീലകത്ത് കുടികൊള്ളുന്ന എല്ലാവരും ശ്യാംജിയിലൂടെ പ്രവർത്തിച്ച് എനർജിയായി, ബുദ്ധിയായി ഒക്കെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ വേദി ഇത്രയും ഭംഗിയാവാൻ കാരണം.
ഈ സന്ദർഭത്തിൽ ആചാര്യനെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. അതിലുപരി ഗുരുവായൂരപ്പ സ്വരൂപികളായ നിങ്ങളെ നമസ്കരിക്കുന്നു മനസ്സുകൊണ്ട്. അതിലുപരി ശ്യാംജി 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 എല്ലാവരെയും നമസ്കരിക്കുന്നതിലുപരിയായി നമസ്കരിക്കേണ്ട വ്യക്തിയാണ് ശ്യാംജി. കാരണം മനസ്സാണ് അദ്ദേഹത്തിൻ്റെ തീവ്രമായ ആ പരിശ്രമം, അത് ചെയ്യണം എന്ന തീരുമാനമാണ് എന്ന് ഇവിടെ കൂടിയവരെല്ലാം മനസ്സുകൊണ്ട് ഉറപ്പിച്ച് വീണ്ടും ഇത്തരം യജ്ഞങ്ങൾ നടത്തി നമ്മുടെ പൈതൃകം ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നിരന്തരം സത്സംഗം വേണം. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശയ. മനുഷ്യത്വം കിട്ടി, മുമുക്ഷുത്വം നമുക്കുണ്ട്. പക്ഷേ മഹാത്മാക്കളെ സേവിക്കാനോ അവരിലുള്ള മൊഴികൾ കേൾക്കാനോ നമുക്ക് സമയമില്ലാതെയായി. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. വിനാമഹത്പാദരചോ മഹാത്മാക്കളെ സേവിക്കുക, മഹാത്മാക്കളുടെ വാക്കുകൾ കേൾക്കുക. ആ മഹാത്മാക്കളുടെ വാക്കുകൾ തന്നെയാണ് നമ്മുടെ കർമ്മം. നമ്മുടെ കർമ്മമാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം. മറിച്ച് ബോർഡ് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ ഓരോരുത്തരെയും പാദത്തിൽ വന്ന് നമസ്കരിച്ച് ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് ആ ബോർഡിനെ മാറ്റൂ. എന്നിട്ട് മറ്റൊരു ബോർഡ് വയ്ക്കൂ. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഓരോ ദേവീക്ഷേത്രങ്ങളിലേക്ക് ശിവകാശിയിൽ നിന്ന് അടിച്ചവരും ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ഭഗവതി ഈ വീടിൻ്റെ ഐശ്വര്യം. ഐശ്വര്യം എന്നത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമ്മുടെ കർമ്മമാണ്. കർമ്മങ്ങളെ ശുദ്ധീകരിക്കണം. കർമ്മങ്ങളെ ശുദ്ധീകരിക്കണമെങ്കിൽ മനസ്സ് ശുദ്ധമാവണം. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ മനസ്സ് ഈശ്വരാകാരം വേണം. അതിന് ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭഗവാന്റെ നാമങ്ങൾ പാടണം, വീടുകളിൽ വിളക്ക് വെക്കണം. ഇത്തരം സംസ്കാരം നമുക്ക് ഉണ്ടാവണം. ഷോക്കേസിൽ കുറേ വിളക്കുകൾ വാങ്ങി വയ്ക്കുക, വിഗ്രഹം വാങ്ങി വയ്ക്കുക ഒരു ഹോബിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മഹദ്വേദിയിലേക്ക് അവിടെ വീട്ടിലുള്ള 10-22 വിളക്കുകളും ഈ പ്രഭാവലിയും ഈ വിഗ്രഹവും ഈ സാന്നിധ്യത്തിൽ എത്തിക്കാൻ ഈ ഉള്ളവന് ബാക്കിയായത്. അതിന് നിമിത്തമാക്കിയ ശ്യാംജിയെ വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഹരി ഓം. മേലുള്ള ദിവസങ്ങളെല്ലാവരും ഇത് കേൾക്കുക. ജീവിതത്തിൽ കൊണ്ടും ഉറങ്ങി കഴിയാനുള്ളതല്ല. ഭഗവാന്റെ മഹിമ അപാരമായ മഹിമയല്ലേ ഭഗവാന്റെ മഹിമ. ഈ ശ്രീമദ് ഭാഗവതം തന്നെയല്ലേ ഭഗവാന്റെ സ്വരൂപം. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വരൂപത്തിലെത്തണ്ടേ? നമ്മുടെ സ്വരൂപം എന്തെന്നറിയണ്ടേ? ഈ തടിയാണോ? ഇവർ വിളിച്ച പേര് ഈ തടിയുടെ പേരാണ്. എൻ്റെ പേരെന്താ? നിജബോധരൂപം. നമ്മളായി കുടികൊള്ളുന്ന ആ ബോധവസ്തുവാണ് ഭഗവാൻ എന്ന് വീണ്ടും വീണ്ടും സ്വാമിജിയിൽ നിന്ന് കേട്ടുന്ന കഥകളിൽ നിന്നും തത്വങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കണം. അതാണ് മുക്തി. മുക്തിർഹിത്വ അന്യതാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. നമ്മുടെ സ്വരൂപത്തിൽ നമുക്കിരിക്കണം. അതിനാണ് നാമജപം, ധ്യാനം, സൽക്കർമ്മങ്ങളൊക്കെ. ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ ഭഗവാൻ കിട്ടേണ്ട വസ്തുവല്ല. ഹൃദി നിൽക്കുന്ന നാഥഹരിനാരായണായ. എവിടെയാണ് ഹൃദി നിൽക്കുന്ന നാഥഹരിനാരായണായ നമ. അദ്ദേഹം തുഞ്ചത്താചാര്യനെ കുറിച്ച് പറഞ്ഞില്ലേ, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുളാനെന്നുറയ്ക്കും അളവ് അനന്തമെന്തു ഹരിനാരായണായ. ഈ അറിവിന് വേണ്ടിയാണ് നാം സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പദാരവിന്ദത്തിൽ അർപ്പിക്കുകയാണ്. ശ്യാംജിക്ക് മേലുമേൽ ഇനിയും കാര്യങ്ങൾ, ഇത്തരം ഉത്സവങ്ങളൊക്കെ നടത്താനും സത്സംഗമുണ്ടാക്കാനുമൊക്കെ ശ്യാംജിയെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ഇവിടെ ചടങ്ങുകൾ പൂർണ്ണമാവുകയാണ്. നന്ദി പ്രകാശനത്തിനായി
സാധന മാതൃസമിതി അംഗം ലതിക രാജേഷിനെ ക്ഷണിക്കുന്നു. അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ രണ്ടാം ദിനമായ അമൃതം നാമജപം വിഷ്ണു സഹസ്രനാമ യജ്ഞത്തിൻ്റെ ഉദ്ഘാടകനും മുഖ്യ പ്രഭാഷകനുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ, മള്ളിയൂർ ശ്രീ പരമേശ്വരൻ തിരുമേനി, ശ്രീ ദിവാകരൻ നമ്പൂതിരി, പെരുങ്കര ശ്രീ കേശവൻ തിരുമേനി, ശ്രീമാൻ വിമൽ വിജയ്, ഭാഗവതാചാര്യൻ ശ്രീ രാമചന്ദ്രൻ ചെറുവള്ളി, RSS വിഭാഗം സംഘചാലക സോമസുന്ദർജി, പൂജ്യ ദേവാനന്ദപുരി മഹാരാജ്, മലബാർ ദേവസ്വം ചെയർമാൻ ദണ്ഡമണി സർ, അഞ്ചുമൂർത്തി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ സുരേന്ദ്രൻ സർ, ശ്രീ സൂര്യനാരായൺജി, സുനിൽ മാസ്റ്റർ കരിമ്പ എന്നിവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കൂടാതെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മാതൃസമിതികൾ, നാരായണീയ സമിതികൾ, ഭജന സമിതികൾ, പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള വിവിധ കാവുകളിൽ വെളിച്ചപ്പെടുന്ന ധർമാചാര്യന്മാർ, സത്സംഗത്തിൻ്റെ സംഘാടകർ എന്നിവർക്കും ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഇന്നത്തെ ദിനം ധന്യമാക്കിയ എല്ലാ ഭക്തജനങ്ങൾക്കും അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.